السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. لهم من فوقهم ظلل من النار ومن تحتهم ظلل ذلك يخوف الله به عباده يا عباد فاتقون. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വിശിഷ്യ രഹസ്യ ജീവിതത്തിൽ പരമാവധി കാത്തു സൂക്ഷിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണമെന്ന് ആമുഖമായി വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല അങ്ങനെയുള്ള നല്ല മനുഷ്യരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 കാര്യങ്ങളെക്കുറിച്ച് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കി. നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലെ 3 പ്രവർത്തനങ്ങൾ ഓരോ ക്ലാസ്സുകളിലായി നാം പഠിച്ചു. ഇന്ന് നാം സംസാരിക്കുന്നത് അതിലെ 4ാമത്തെ കാര്യമാണ്. ഒന്നാമതായി ഇഖ്ലാസിനെ കുറിച്ച് പഠിച്ചു. രണ്ടാമതായി തവക്കുൽ എന്താണെന്ന് മനസ്സിലാക്കി. മൂന്നാമതായി റജാ അഥവാ പ്രതീക്ഷ. 4ാമത്തെ വിഷയം അൽ ഖൗഫ്. നമ്മുടെ മനസ്സുകൊണ്ട് നാം ചെയ്യേണ്ട അമലാണ്, പണിയാണ് ഖൗഫ് എന്ന് പറയുന്നത്. എന്താണ് ഖൗഫ് എന്ന് പറഞ്ഞാൽ? സാധാരണയായി ഭയം എന്നാണ് മലയാളത്തിൽ അതിന് പരിഭാഷപ്പെടുത്താറുള്ളത്. എന്തു തരത്തിലുള്ള ഭയമാണ് യഥാർത്ഥത്തിൽ ഖൗഫ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ഭയം എന്ന് പറയുന്നത്, പേടി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു വികാരമാണ്. എന്തെങ്കിലും ആപത്ത് ബാധിക്കും എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ തനിക്കിഷ്ടപ്പെട്ട വല്ലതും നഷ്ടപ്പെടുമെന്ന് തോന്നുമ്പോൾ മനസ്സിനുണ്ടാകുന്ന അസ്വസ്ഥതയുടെ പേരാണ് ഭയം എന്ന് പറയുന്നത്. ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു, യഅലം അന്നൽ ഖൗഫ ഇബാറത്തുൻ അൻ തഅല്ലുമിൽ ഖൽബി വഇഹ്തിറാഖിഹി ബിസബബിൻ തൂഖഉ മക്റൂഹുൻ ഫിൽ ഇസ്തിഖ്ബാൽ. ഭാവിയിൽ എന്തെങ്കിലും പ്രയാസമുണ്ടാകുമെന്ന കാരണത്താൽ മനസ്സിനെ ബാധിക്കുന്ന ഭയവും ആ ഭയം മൂലം മനസ്സിനുണ്ടാകുന്ന അസ്വസ്ഥതയുമാണ് ഈ ഖൗഫ് എന്ന് പറയുന്നത് എന്ന് ഇമാം ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു. അദ്ദേഹം ഒരു ഉദാഹരണവും പറയുന്നു. ഏതുപോലെ? മൻ ജനാ അലാ മലിക്കിൻ ജിനായ. ഒരു രാജാവിനോട് ഒരാൾ ഒരു അക്രമം ചെയ്തു, ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്തു. സുമ്മ വഖഅ ഫീ യദിഹി. അങ്ങനെ ഈ രാജാവ് ഇവനെ പിടികൂടി. ഫഹുവ യഖാഫുൽ ഖത്ൽ. അപ്പോൾ അവനറിയാം രാജാവ് തന്നെ കൊല്ലാൻ മാത്രമുള്ള ഒരു തെറ്റാണ് താൻ ചെയ്തിരിക്കുന്നത്. വയുജവ്വിസുൽ അഫ്. ചിലപ്പോൾ തനിക്ക്
തന്നെ കൊല്ലാതെ വിട്ടുവീഴ്ച ചെയ്ത് വിടാനും സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള രണ്ടു വികാരങ്ങൾ ഈ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുമ്പോൾ അവൻ അനുഭവിക്കുന്ന വേദനയുടെ പേരാണ് ഭയം എന്ന് പറയുന്നത്. അതാണ് ഖൗഫ്. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്നറിയാത്ത ഒരവസ്ഥ, ആ അവസ്ഥക്കാണ് ഖൗഫ് എന്ന് പറയുന്നത്. ഇതേപോലെ മറ്റൊരു പദം ഖുർആനിലും അതുപോലെ തന്നെ ഇസ്ലാമും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ പദം ഖൗഫ് എന്നതാണ് ഒന്നാമത്തെ പദം. രണ്ടാമത്തെ പദം ഖശിയത്ത് എന്നതാണ്. രണ്ടും വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഇന്നമാ ദാലികുമുശ് ശൈത്താൻ യുഖവ്വിഫു ഔലിയാഅഹു, അവനാണ് പിശാച്. ആ പിശാച് യുഖവ്വിഫു ഔലിയാഅഹു, അവനെ പ്രീണിപ്പിക്കുന്നവരെ അവൻ ഭയപ്പെടുത്തും. പിശാചിൻ്റെ ആൾക്കാരെ പിശാച് പേടിപ്പിക്കും, പലതും പറഞ്ഞിട്ടും കാണിച്ചിട്ടും ഒക്കെ പേടിപ്പിക്കും. അവിടെ ഖൗഫ് എന്ന പദമാണ് പ്രയോഗിച്ചത് എങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, തീർച്ചയായും അടിമകളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ഇൽമുള്ളവരാകുന്നു എന്ന് പറഞ്ഞിടത്ത് ഖശിയത്ത് എന്ന പദമാണ് ഉപയോഗിച്ചത്. ഒന്നാമത്തെ പദം ഖൗഫ്, രണ്ടാമത്തെ പദം ഖശിയത്ത്. രണ്ടിനും മലയാളത്തിൽ പറയാവുന്ന ഭാഷാന്തരം അർത്ഥം ഭയം എന്നാണ്. എന്നാൽ ഈ ഖൗഫും ഖശിയത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. ഖൗഫ് എന്ന ഭയവും ഖശിയത്ത് എന്ന പദവും തമ്മിൽ വ്യത്യാസമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഒരു ഹദീസിൽ, ഇന്നി അത്ഖാകും ലില്ലാഹി വ അശദ്ദുകും ലഹു ഖശ്യ, ഞാനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നവൻ, ഞാനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കഠിനമായ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവൻ എന്ന് പറഞ്ഞു. അവിടെ ഖശിയത്ത് എന്ന പദമാണ് ഉപയോഗിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിനോടുള്ള ഭയത്തെ ഖശിയത്ത് എന്നാണ് വിശദീകരിച്ചത്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കുക. പണ്ഡിതന്മാർ അത് ഇങ്ങനെ വിശദീകരിക്കുന്നു: അൽ ഖൗഫു ലിആമ്മത്തിൽ മുഅ്മിനീൻ വൽ ഖശിയതു ലിൽ ഉലമാഇ വൽ ആരിഫീൻ. ഖൗഫ് എന്ന ഭയം സാധാരണ മനുഷ്യന്മാർക്കുണ്ടാകുന്ന ഭയമാണെങ്കിൽ, ഖശിയത്ത് എന്ന പദം അള്ളാഹുവിനെ അറിഞ്ഞ ആലിമീങ്ങൾക്കും ആരിഫീങ്ങൾക്കും ഉണ്ടാകുന്ന ഭയമാകുന്നു. അതിനാണ് ഖശിയത്ത് എന്ന് പറയുക. അപ്പോൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയ, കൂടുതൽ അറിഞ്ഞ ആലിമീങ്ങൾക്കുണ്ടാകുന്ന ഭയത്തെ ഖശിയത്ത് എന്നും, അള്ളാഹുവിനെ സാധാരണ രൂപത്തിൽ മനസ്സിലാക്കിയ സാധാരണക്കാരനുണ്ടാകുന്ന ഭയത്തെ ഖൗഫ് എന്നും ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ വിളിക്കാം. ഇത് രണ്ടും തുല്യമല്ല, വ്യത്യാസമുണ്ട്. ഒന്നാമത്തേത് ഒരു സാധാരണ ഭയമാണ്. രണ്ടാമത്തേത് ഖശിയത്ത് അപ്രകാരമല്ല. അള്ളാഹുവിനെ കുറിച്ചറിഞ്ഞു, അള്ളാഹുവിൻ്റെ കഴിവിനെ കുറിച്ചറിഞ്ഞു, അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും അറിഞ്ഞു. ആ അറിവിൻ്റെ ഉപോത്ഫലകമായി സംഭവിക്കുന്ന ഭയം എന്നർത്ഥം. ഇതാണ് ഖൗഫ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇദാ ഖിഫ്ത മിൻ ശഖ്സിൻ ലാ തദ്രി ഹൽ യഖ്ദിറു അലൈക അം ലാ ഫഹാദാ ഖൗഫ്. ഒരാളെ നിങ്ങൾക്ക് ഭയമാണ്, പക്ഷേ നിങ്ങൾക്കറിയില്ല ആ മനുഷ്യന് നിങ്ങൾക്കെതിരിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തിട്ടമില്ല, ഉറപ്പില്ല, എന്ത് ചെയ്യാൻ കഴിയോ എന്ന്. അതിനെ ഖൗഫ് എന്ന് പറയും. എന്നാൽ വഇദാ ഖിഫ്ത മിൻ ശഖ്സിൻ തഅലമു അന്നഹു ഖാദിറുൻ അലൈക ഫഹാദിഹി ഖശിയ. ഒരാളെ നിങ്ങൾക്ക് ഭയമാണ്, നിങ്ങൾക്കറിയാം നിങ്ങളുടെ കഥ കഴിക്കാൻ അവന് കഴിയും എന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നാൽ, നിങ്ങൾക്ക് ഉറപ്പ് വന്നാൽ, അതിൻ്റെ പേരാണ് ഖശിയത്ത് എന്ന് പറയുന്നത്. ഒന്നുകൂടി വിശദീകരിക്കുന്നു ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി, ഫീ മിസ്ലിഹിമാ, ഇത് രണ്ടിന്റെയും ഉദാഹരണം, മിസ്ല മൻ ലാ ഇൽമ ലഹു ബിത്തിബ്ബി വമിസ്ല അത്തബീബിൽ ഹാദിഖ്. ഈ വൈദ്യത്തിൽ ഒരു വിവരവുമില്ലാത്ത ഒരുത്തനെ പോലെയും നന്നായി വൈദഗ്ധ്യമുള്ള ഒരു വൈദ്യനെ പോലെയുമാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. എന്താ? ഒരു രോഗം വന്നു, രോഗം വന്നാൽ സാധാരണക്കാരന് ഈ രോഗത്തിൻ്റെ ഒന്നും അറിയില്ല, അതിൻ്റെ പരിണത ഫലമോ അതിൻ്റെ ലക്ഷണങ്ങളോ ഒന്നും അറിയില്ല. അങ്ങനെയുള്ളതിന് ഖൗഫ്, അതാണ് പേടി, അത് ഖൗഫാണ്. എന്നാൽ ഒരു ഡോക്ടർക്ക് ഒരു രോഗം വന്നു, ഡോക്ടർക്ക് അറിയാം ഇതിൻ്റെ സകലമാന ഭാഗങ്ങളും, ആ പേടിയാണ് ഖശിയത്ത് എന്ന് പറയുന്നത്. അഥവാ അറിഞ്ഞ ശേഷം ഉണ്ടാകുന്ന പേടി എന്നർത്ഥം. ഇമാം ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു,
ഖൗഫിനെ കുറിച്ച്, രണ്ട് ഖൗഫായാലും ഖശിയത്തായാലും രണ്ടും നമുക്ക് ആവശ്യമാണ്. ഈ ഖൗഫ് എന്ന് പറയുന്നത്, പേടി എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ? മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക് ഈ ഖൗഫ് എന്താണ് നൽകേണ്ടത്? അതാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനെ പേടിയാണ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സിംഹത്തൊക്കെ പേടിക്കണ മാതിരി അള്ളാഹിനെ പേടിയുന്ന, ഒരു മൂർഖൻ പാമ്പിനൊക്കെ പേടിക്കണ മാതിരി അള്ളാഹുവിനെ പേടിയുന്നാണോ? കേട്ടോ, യഅലം ബിഅന്നൽ ഖൗഫ സൗത്തുല്ലാഹ്. ഭയമെന്ന് പറയുന്നത്, അള്ളാഹുവിനെ ഭയമെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സൗത്താണ്, അള്ളാഹുവിന്റെ ഒരു ചാട്ടവാറാണ്. യസൂഖുല്ലാഹു ബിഹി ഇബാദഹു. ആ ചാട്ടവാർ ഉപയോഗിച്ച് അള്ളാഹു തന്റെ അടിമകളെ നയിക്കുന്നു. ഇലൽ മുവാളബതി അലൽ ഇൽമി വൽ അമൽ. കൃത്യമായി കാര്യങ്ങൾ അറിയുന്നതിലേക്കും ചെയ്യുന്നതിലേക്കും. ലിയനാലു ബിഹിമാ റുത്ബത്തൽ ഖുർബി മിനല്ലാഹി തആല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സാമീപ്യമെന്ന, ഏറ്റവും അടുത്ത സാമീപ്യമെന്ന മഹത്തായ പദവി മനുഷ്യന് ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് അല്ലാഹു മനുഷ്യനെ നയിക്കുന്ന, അല്ലാഹു മനുഷ്യനെ കൊണ്ടുപോകുന്ന ഒരു ചാട്ടവാറാണ് ഭയം എന്ന് പറയുന്നത്. അല്ലാഹുവിനെ ഭയം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുക എന്നതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം. വ്യത്യാസം, നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നതിലും മനുഷ്യരെ ഭയപ്പെടുന്നതിലും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതെന്താ? അള്ളാഹു അല്ലാത്തവരെ ആരെങ്കിലും ഭയപ്പെട്ടാൽ ആ ഭയപ്പെടുന്ന വസ്തുവിൽ നിന്ന് അവൻ ഓടുകയാണ് പതിവ്, അല്ലേ? ഒരു സിംഹത്തെ പേടി എന്ന് പറഞ്ഞാൽ എന്താ? ആ സിംഹത്തെ കാണുന്നോടുന്ന് മനുഷ്യൻ ഓടി ഒളിക്കും. എന്നാലോ അള്ളാഹുവിനെ ഭയം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിലേക്ക് ഓടുകയാണ്, അള്ളാഹുവിൽ നിന്ന് ഓടുകയാണ്. അള്ളാഹിനെ പേടി എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനെ ഭയം എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ പേടി എന്ന് പറഞ്ഞാൽ സിംഹത്തെ പേടിക്കുന്നത് പോലെയല്ല. സിംഹത്തെ പേടിച്ചാൽ സിംഹത്തിൽ നിന്ന് മനുഷ്യൻ ഓടുകയാണെങ്കിൽ, അള്ളാഹുവിനെ പേടിച്ചാൽ മനുഷ്യൻ അള്ളാഹുവിലേക്ക് ഓടുന്നു. അതാണ് വ്യത്യാസം. അള്ളാഹുവിലേക്ക് ഓടുകയാണ്. എങ്ങനെയെങ്കിലും പടച്ചോനെ എനിക്ക് ഭയമാണ് എന്ന് പറഞ്ഞ് അള്ളാഹിൻ്റെ അടുത്തേക്ക് അടുക്കുകയാണ്. അള്ളാഹുവിലേക്ക് അടുക്കാവുന്ന കാര്യങ്ങൾ ചെയ്യുകയാണ്. അള്ളാഹുവിലേക്ക് അടുക്കുന്നതിൽ നിന്ന് തന്നെ തടയുന്ന എന്തൊക്കെ വിചാരങ്ങളും വികാരങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടോ അതിൽ നിന്നെല്ലാം മനുഷ്യൻ അകലുകയും അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിനെ ഭയപ്പെടുമ്പോൾ, അള്ളാഹുവിൽ ഖൗഫ് ഉണ്ടാകുമ്പോൾ. ഇതാണ് വ്യത്യാസം. മനസ്സിലായില്ലേ? അള്ളാഹിനെ പേടി, സിംഹത്തെ പേടി, ഈ രണ്ട് പേടിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. മനുഷ്യനെ പേടി, അള്ളാഹുവിനെ പേടി, രാജാവിനെ പേടി, പോലീസിനെ പേടി, അള്ളാഹുവിനെ പേടി, രണ്ട് പേടിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതെന്താ? പോലീസിനെ പേടിച്ചാൽ പോലീസ് വരുന്നിടന്ന് ഓടും, അല്ലേ? ഓടി പല സ്ഥലത്തും പോയി ചാടും, മരിച്ചു പോകും. അള്ളാഹിനെ പേടിച്ചാലോ, അള്ളാഹുവിനെ പേടിച്ചാൽ അള്ളാഹുവിലേക്ക് ഓടും, അള്ളാഹുവിൽ നിന്ന് ഓടുകയില്ല. ഇതാണ് ഖൗഫ്, ഖൗഫുല്ലാഹ്, ഖശിയത്തുല്ലാഹ്. ഈ ഒരു ഖൗഫിലേക്കാണ് സഹോദരന്മാരെ നാം എത്തേണ്ടത്. അങ്ങനെ അള്ളാഹുവിലേക്ക് നാം ഓടിയാൽ എന്ത് സംഭവിക്കും? നമുക്ക് അള്ളാഹുവിലേക്ക് എത്താൻ തടസ്സമാകുന്ന മുഴുവൻ പ്രവർത്തനങ്ങളിൽ നിന്നും നാം മാറി നിൽക്കും. നാവിലേക്ക് ഓടിയാൽ അള്ളാഹുവിലേക്ക് നമ്മെ എത്തിക്കുന്ന, അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ സാധിക്കും. അതാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടി. അള്ളാഹുവിനെ പേടി എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ന രൂപത്തെയല്ല മനുഷ്യൻ ഭയപ്പെടുന്നത്. അതാണ് രണ്ടാമത്തെ വ്യത്യാസം. അള്ളാഹുവിനെ പേടി എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ രൂപത്തെയല്ല. മൂർഖൻ പാമ്പിനെ പേടി എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ രൂപത്തെയാണ് നമ്മൾ ഭയപ്പെടുന്നത്. നമ്മളെ മനസ്സിൽ നമ്മൾ ഭാവിക്കുന്നത് ആ രൂപമാണ്, അതിനെയാണ് പേടി. എന്നാൽ അള്ളാഹുവിനെ പേടി എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനെ പേടി എന്ന് പറഞ്ഞാൽ നഖാഫു ലിയകൂനൽ ഖൗഫ വസീലതൻ തുസ്ലിഹു അഹ്വാലനാ. നമ്മുടെ ജീവിതം നന്നാകുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതം നന്നാകുന്നതിന് വേണ്ടി, നമ്മുടെ ജീവിതം നമുക്ക് നന്നാക്കിയെടുക്കുന്നതിന് വേണ്ടി അള്ളാഹു നൽകിയ ഒരു മാധ്യമമാകുന്നു ഈ പേടി എന്ന് പറഞ്ഞാൽ. നമ്മൾ ശരിക്കും ഉൾക്കൊള്ളണം. നമ്മൾ നന്നാകാൻ വേണ്ടി അള്ളാഹു നമുക്ക് നൽകിയ ഒരു മാധ്യമമാണെന്ത്? പേടി. അല്ലാതെ തിരിച്ചാണെങ്കിലോ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം എന്ന് പറയുന്നത് തിരിച്ചാണെങ്കിലോ, നമുക്കറിയാം സ്വർഗത്തിലെ ആളുകളെ കുറിച്ച് പറയുന്നിടത്ത് ഖുർആൻ പറയുന്നു, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ലാ ഖൗഫുൻ അലൈഹിം
വലാഹും യഹ്സനൂൻ. അള്ളാഹുവിനെ പേടിക്കുക എന്ന് പറഞ്ഞാൽ ആ പേടി സ്വർഗത്തിൽ പോയി പോകുന്നു. അതിന്റെ അർത്ഥം എന്താ? ആ പേടി നമുക്കുണ്ടാകേണ്ടത് പേടി സിംഹത്തെയോ പാമ്പിനെയോ ഭയപ്പെട്ടതുപോലെയുള്ള ഒരു പേടിയല്ല. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ അതുണ്ടാകാതിരിക്കുകയില്ല. സ്വർഗത്തിൽ കയറിയവരെ കുറിച്ച് പറയുന്നത് ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് പേടിയില്ല, വലാഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖവുമില്ല എന്നാണ്. അപ്പൊ സഹോദര, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം എന്ന് പറയുന്നത് എന്താണെന്ന് നാം മനസ്സിലാക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തന്നു. വമൻ ഖാഫൽ യൗമ അമിന ഗദാ വമൻ അമിനൽ യൗമ ഖാഫ ഗദാ. ഇന്നൊരാൾ അള്ളാഹുവിനെ കുറിച്ച് ഭയപ്പെട്ടാൽ നാളെ അവന് നിർഭയനായി തീരാം, പേടിയില്ലാത്തവനായി തീരാം. ഇന്നൊരാൾ നിർഭയനായി ജീവിച്ചാലോ നാളെ പേടിക്കും. ഇന്നേതാണ് നാളെ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇന്നെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഈ ജീവിതമാണ്, നാളെ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിതവുമാണ്. അപ്പം ഇന്ന് അള്ളാഹുവിനെ പേടിച്ചാൽ യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് പേടിക്കാതെ ഇരിക്കാം. ഇന്ന് നമ്മൾ പേടിക്കാതെ നമുക്ക് ഇഷ്ടമുള്ള മാതിരി, നമ്മുടെ മനസ്സ് നമ്മൾ തോന്നിപ്പിക്കുന്ന മാതിരി, ഒരു കടിഞ്ഞാണുമില്ലാതെ ലൈസൻസും ഇല്ലാതെയാണ് മനുഷ്യന്റെ ജീവിതമെങ്കിലോ അപ്പോൾ നാളെ പേടിക്കേണ്ടി വരും. അവിടെ ചെന്ന് നിൽക്കാനുള്ള പേടിയുണ്ടാകും. ഇമാം ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നു, വല്ലാഹു ഖലഖൽ ഖൽഖ ലിയഅരിഫൂഹു വയഅബ്ദൂഹു വയഖ്ശൂഹു. അല്ലാഹു മനുഷ്യരെ സൃഷ്ടിച്ചത്, അല്ലാഹു ഖൽഖുകളെ സൃഷ്ടിച്ചത് എന്തിനാ? അല്ലാഹുവിനെ അറിയാൻ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, അവനെ ഭയപ്പെടാൻ. അല്ലാഹുവിനെ ഭയപ്പെടാൻ, അള്ളാഹുവിന്റെ മഹാബത്ത്, അള്ളാഹുവിന്റെ കിബ്രിയാ, അള്ളാഹുവിന്റെ മഹത്വം, അള്ളാഹുവിന്റെ ഗാംഭീര്യം, അള്ളാഹു നൽകുന്ന ശിക്ഷയുടെ കാഠിന്യം, അള്ളാഹു മനുഷ്യർക്ക്, അള്ളാഹുവിനെ അനുസരിക്കാതെ ജീവിച്ച മനുഷ്യർക്ക് നൽകിയ ആപൽഖരമായ വിപത്തുകൾ, ഇവയൊക്കെ ആലോചിച്ച് അള്ളാഹുവിനെ മനസ്സിലാക്കി ഭയപ്പെടുക എന്ന അവസ്ഥ, അതാണ് വേണ്ടത്. അതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ കുറിച്ച് പല രൂപത്തിലും ആവർത്തിച്ചു പറഞ്ഞത്. സഖൂമിനെ കുറിച്ചും വരീഅനെ കുറിച്ചും ഹമീമിനെ കുറിച്ചും സലാസിലുകളെ കുറിച്ചും അഗ്ലാലുകളെ കുറിച്ചും പറഞ്ഞു. എന്തിനാ? അത് അള്ളാഹു മനുഷ്യനെ ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാ. സലഫുസ് സാലിഹീങ്ങളുടെ ജീവിതം, സഹാബത്തിന്റെയും താബീകളുടെയും ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടാൽ അവർക്ക് അള്ളാഹുവിനോടുള്ള ഭയം വർദ്ധിക്കുമായിരുന്നു, അള്ളാഹുവിലേക്ക് കൂടുതൽ അവർ അടുക്കുമായിരുന്നു. ഇതാണ് നമുക്കും ആവശ്യമായിട്ടുള്ളത്. ഈ ഖൗഫ്, ഭയം എന്ന് പറയുന്നതിന് വ്യത്യസ്തമായ ചില ഗ്രേഡുകളുണ്ട്. തവക്കുലിനെ കുറിച്ച് നാം പറഞ്ഞതുപോലെ തന്നെ അതിൽ ഒന്നാമത്തെ ഗ്രേഡ്, ഏറ്റവും അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ ഗ്രേഡ്, അൽ ഖദറുൽ വാജിബ്. നിർബന്ധമായി ഒരു മനുഷ്യനുണ്ടാകേണ്ട ഭയം, നിർബന്ധമായി മനുഷ്യനിൽ ഉണ്ടാകേണ്ട ഒരു പരിധിയുണ്ട് ഭയത്തിന്. അതേതാ? അത് മാ ഹമല അലാ അദാഇൽ ഫറായിദ് വജ്തിനാബിൽ മഹാരിമി. ഫർളുകളായ കാര്യം, നിർബന്ധമായ കാര്യം ഒരു മനുഷ്യനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഹറാമായ കാര്യത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്ന ഭയം, അതാണ് ഒന്നാമത്തെ ഭയം. അതാണ് ഖൗഫുൽ മത്ലൂബ് എന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഖൗഫുൽ മത്ലൂബ്, ഒരു മനുഷ്യന് നിർബന്ധമായും അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട ഭയം. ആ പേടിയുണ്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഫറായിലുകൾ, നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം. ഹറാമുകൾ അഥവാ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ സാധിക്കണം. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഖൗഫുൽ മഹ്മൂദ്. ഖൗഫുൽ മഹ്മൂദ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മുകളിലുള്ള ഒരു ഭയമാണ്. ആ ഭയം കൊണ്ട് എന്ത് സംഭവിക്കും? ബിഹൈസു സാറ ബാഇസൻ ലിന്നുഫൂസി അല തശ്മീരി ഫീ നവാഫിലിത് തആത്ത് ഐ ഫിഅലൽ മുസ്തഹബ്ബാത്തി വതർക്കുൽ മക്റൂഹി വശുബ്ഹ. മുസ്തഹബ്ബാത്തുകൾ അഥവാ ഐച്ഛികമായ നിർബന്ധമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മനുഷ്യന് തോന്നുന്ന ഭയം, അതുപോലെ തന്നെ കറാഹത്തുകളും ശുബ്ഹത്തുകളും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി തോന്നുന്ന ഭയം, അതാണ് ഖൗഫുൽ മഹ്മൂദ്. ഒന്നുകൂടി മനസ്സിലാക്കുക. ഖൗഫുൽ മഹ്മൂദ് എന്ന് പറഞ്ഞാൽ എന്താ? ഐച്ഛികമായ മുസ്തഹബ്ബാത്തുകളായ സുന്നത്തുകളായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന, കറാഹത്തുകളും ശുബ്ഹത്തുകളിൽ നിന്നും അകന്നു നിൽക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന. എന്താ ഈ കറാഹത്ത് ശുബ്ഹത്ത് എന്ന് പറഞ്ഞാൽ? കറാഹത്ത് എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ട കാര്യങ്ങൾ,
ഹറാമാക്കിയിട്ടില്ല. എന്നാലോ മക്രൂഹ് എന്ന് നമ്മൾ പണ്ട് പറഞ്ഞു പഠിച്ചിട്ടുണ്ടല്ലോ. ശുബ്ഹത്ത് എന്ന് പറഞ്ഞാലോ, ശുബ്ഹത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി വിശദീകരിച്ചല്ലോ, ഹലാല് വ്യക്തമാണ്, ഹറാമും വ്യക്തമാണ്. വ ബൈനഹുമാ മുഷ്തബിഹാത്ത്, എന്താണെന്ന് ക്ലിയർ അല്ല. മനസ്സിലായില്ലേ? അതെന്ത് ചെയ്യണം? അതിൽ നിന്നും കൂടി അകന്നു നിൽക്കുക. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഹറാമല്ല, എന്നാൽ ഒഴിവാക്കുന്നതാകുന്നു ഉത്തമം. അതിൽ നിന്നുകൂടി അകന്നു നിൽക്കുക. ഈ ഖൗഫിനാണ് ഖൗഫുൽ മഹ്മൂദ് എന്ന് പറയുക. അതാണ് സ്തുത്യർഹമായ നല്ല ഭയം. ആ ഭയം ഉണ്ടായാൽ നമ്മൾ വിജയിച്ചു. അതാണ് രണ്ടാമത്തെ ഭയം. അപ്പോൾ നമുക്ക് ആ ഭയം നമ്മുടെ മനസ്സിലുണ്ടായാൽ നമുക്ക് നവാഫിലുകൾ, സുന്നത്തായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. രാത്രി നിസ്കരിക്കാൻ കഴിയും. ആ ഭയം നമ്മുടെ മനസ്സിലുണ്ടായാൽ രാത്രി ശരിക്കും നിസ്കരിക്കാൻ കഴിയും. സുന്നത്താണ് രാത്രി നിസ്കാരം. സുന്നത്തായ മറ്റു നിസ്കാരങ്ങൾ നിർവഹിക്കാം. നോമ്പ് നോക്കാൻ കഴിയും. സുന്നത്തായ നോമ്പ് നോക്കാൻ കഴിയും. ആ ഭയം നമ്മുടെ മനസ്സിലുണ്ടായാൽ. ശുബ്ഹത്തുണ്ടല്ലോ, ശുബ്ഹത്ത് ഒരു വലിയ വിഷയമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ ജീവിക്കുന്ന നാട്ടിൽ ആൾക്കാർ ഓരോ ദിവസവും ഇങ്ങനെ പുതിയ പുതിയ പ്രൊമോഷൻ വരുമ്പോൾ എല്ലാ പ്രൊമോഷനുകളും ശുബ്ഹത്തുകളിലാണ് മുഴുവൻ, അല്ലേ? എല്ലാം ഓരോ ദിവസവും വരുന്ന ആളുകളുടെ ചോദ്യങ്ങൾ. ഇന്ന് കമ്പനി ചെന്നപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ ഉണ്ട്, ഇത് ചെയ്യാമോ? അപ്പോൾ അതിങ്ങനെ പരത്തി വിശദീകരിച്ച് അനലൈസ് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ വക്കത്ത് കൂടെ പലതരം ശുബ്ഹത്തുകളുണ്ട് അതിൻ്റെ അരികിലൊക്കെ. ചെയ്യാമോ? അത് സ്വയം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഒരാളോട് ഫത്വ ചോദിച്ചിട്ട് അയാളെ പഠിച്ചവൻ്റെ അടുത്ത് കൊടുക്കാൻ ആരും നടക്കണ്ട. മനസ്സിലായില്ലേ? ലൈഫ് ഇൻഷൂർ ചെയ്യാൻ പറ്റുമോ എന്നോ തുടങ്ങിയ ചോദ്യം ഇന്നും ഒരാൾ ചോദിച്ചു. ലൈഫ് ഇൻഷൂർ ചെയ്യാൻ പറ്റുമോ? ചെയ്യണോ? ഞാൻ പറയുന്നു, ശുബ്ഹത്താണ് വിഷയം. നിങ്ങളുടെ ഖൗഫാണ് നിങ്ങൾ ഇൻഷൂർ ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. ഒരു ഫത്വ കൊടുക്കുന്ന മനുഷ്യനല്ല. ഇനിയിപ്പോൾ ഇയാൾ ചെയ്യാൻ പറ്റൂല എന്ന് ഫത്വ കൊടുത്ത് നിൽക്കുക, നിങ്ങൾ ചെയ്യാണ്ടിരിക്കും. ഇവിടുത്തെ പ്രൊമോഷൻ കണ്ടാൽ ചെയ്യാണ്ടിരിക്കാൻ പറ്റും. അതിൻ്റെ ഇവിടെ മാത്രമല്ല, നമ്മുടെ നാട്ടിലൊക്കെ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളൊക്കെ നൽകണ വമ്പിച്ച സമ്മാനങ്ങൾ കേട്ടാൽ നമ്മൾ ചെയ്യാണ്ടിരിക്കും. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇതൊരു തരം സഹോദര, ദീൻ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകേണ്ട പരിവർത്തനമാണ്. ആ പരിവർത്തനം നമുക്കുണ്ടാവുക ഈ രൂപത്തിലുള്ള ഖൗഫിലൂടെയാണ്. ഇതാണ് രണ്ടാമത്തെ ഖൗഫ്. ഇനി മൂന്നാമത്തെ ഒരു ഖൗഫുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില ആളുകൾക്ക് അള്ളാഹുവിനോടുള്ള ഖൗഫ് കാരണം രോഗം വന്നവർ, പലതരത്തിലുള്ള പ്രയാസങ്ങൾ വന്നവർ. മാത്രമല്ല അള്ളാഹുവിനോടുള്ള ഖൗഫ് കാരണം ദുനിയാവിൻ്റെ വാതിൽ അടച്ചുപൂട്ടിയവർ. അങ്ങനെ ചില ആൾക്കാരുണ്ട്. ഞാൻ പുറത്തേക്കേ പോകില്ല. എന്താ? ഇവിടെങ്ങാനും രാവിലെ എണീറ്റ് പുറത്തേക്ക് പോയാൽ പടച്ചോനെ കണ്ണും നരകത്തിൽ, മനസ്സും നരകത്തിൽ, എല്ലാം നരകത്തിൽ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യൂല, ഇനി പുറത്തേക്കേ പോകില്ല എന്ന് തീരുമാനിച്ച ഒരു തരം ഖൗഫിൻ്റെ ആളുകളുണ്ട്. അത് നമുക്ക് വേണ്ടാത്ത ഖൗഫാ. അതല്ല യഥാർത്ഥത്തിലുള്ള ഖൗഫ്. ഖൗഫ് എന്ന് പറഞ്ഞാൽ സഹോദരാ, ഈ പ്രതികൂല സാഹചര്യങ്ങളോട് അതിജയിക്കാനുള്ള കരുത്താണ് വിശ്വാസി നേടേണ്ട ഖൗഫ്. അനുകൂലമായ സാഹചര്യങ്ങളിൽ ഇങ്ങനെ നിന്ന് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സുഖാ. ഒരു മലന്റെ മുകളിൽ പോയി ആരുമില്ലാത്ത ഒരു സ്ഥലത്ത്, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടില്ലാത്ത ഒരു സ്ഥലത്ത് പോയി പടച്ച തമ്പുരാന് ഇബാദത്ത് ചെയ്ത ഒരു സൂഫിയായി കഴിഞ്ഞുകൂടുക എളുപ്പമുള്ള കാര്യം. മറ്റേത് ഭയങ്കര പ്രയാസ. ഈ മാതിരി ബഹളങ്ങളുടെ ഇടയിൽ നിന്ന് ഹലാലായ ഒരു 100 ദിർഹം ഒരു മാസം കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ഹലാലായ 100 ദിർഹമാണ് ഖൗഫുൽ മഹ്മൂദ്. ഇവിടെ സമ്പാദിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്, അല്ലേ? ഇവിടെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾക്ക് എന്താ താല്പര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളോടൊക്കെ ചോദിച്ചു നോക്കൂ, എന്താ സുഖം. 2-3 വർഷം കൊണ്ട് നമ്മൾ നിക്ഷേപിച്ച പണം മുഴുവൻ ചിലപ്പോൾ 1 വർഷം കൊണ്ടും തിരിച്ചു കിട്ടുന്ന പരിശോധിച്ചു നോക്കൂ. പക്ഷേ വിഷയം അവിടെയല്ല. ഞാൻ നിക്ഷേപിച്ച പണം എനിക്ക് തിരിച്ചു കിട്ടുന്നത് എൻ്റെ പോക്കറ്റിലേക്കും എൻ്റെ അക്കൗണ്ടിലേക്കും എൻ്റെ ഭക്ഷണത്തിലേക്കും എൻ്റെ വസ്ത്രത്തിലേക്കും വരുന്ന പണം, അത് പൂർണ്ണമായി ഈ മക്രൂഹാത്തുകളോ ശുബ്ഹാത്തുകളോ ബാധിക്കാത്ത പൂർണ്ണമായ വാദിഹായ വ്യക്തമായ കൃത്യമായ ഹലാലാണോ അല്ലേ? അങ്ങനെ കിട്ടുക എന്നുള്ളത് എന്താണ്? പ്രയാസമാണ്. ആ പ്രയാസമാണ് ദീൻ. അതിനു വേണ്ടി അനുഭവിക്കുന്ന ത്യാഗമാണ് ദീൻ. അതൊരു തരം പരീക്ഷണമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ 3 തരം ഖൗഫുകൾ നമ്മൾ മനസ്സിലാക്കി. ഒന്ന് ഖൗഫുൽ മത്ലൂബ്, അനിവാര്യമായി നമുക്കുണ്ടാകേണ്ട ഖൗഫ്, ഇന്ന് ആരും ഒഴിവല്ല. രണ്ടാമത്തേത് ഖൗഫുൽ മഹ്മൂദ്,
അത് ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മുടെ ഈമാനിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ ശക്തിക്കനുസരിച്ച് നമുക്ക് കിട്ടുന്നതാണ്. മൂന്നാമത്തെ ഖൗഫ് നമുക്ക് വേണ്ടാത്തതാകുന്നു എന്ന് മനസ്സിലാക്കുക. ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നാം മനസ്സിലാക്കി, അള്ളാഹുവിനെ ഭയപ്പെടേണ്ട രൂപത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ എന്തിൽ നിന്നാണ് ഭയപ്പെടേണ്ടത്? ഒരു നല്ല മനുഷ്യൻ, നല്ലൊരു മനുഷ്യനാണെങ്കിൽ അവൻ എന്താ പേടിക്കാൻ? മുസ്തഖീമായ ഒരു മനുഷ്യൻ, വളവില്ല തിരിവില്ല, ഞാനീ പറഞ്ഞ മാതിരി ഒരു മാസം കൊണ്ട് 100 ദിർഹം കിട്ടുന്നത് വളരെ കൃത്യമായി ഹലാലാണ് എന്ന് ഉറപ്പിച്ച് ഉണ്ടാക്കുന്ന ഒരു മനുഷ്യൻ, വളരെ കൃത്യമായി ജീവിതത്തെ ദീനിനനുസരിച്ച് സംവിധാനിച്ചിട്ടുള്ള മനുഷ്യൻ, അവനും വേണം ഖൗഫ്. അവനെന്താ ഖൗഫ്? അവനെന്താ പേടി? അത് അല്ലാഹു പഠിപ്പിക്കുന്നു, വഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി. ഒന്നാമത്തെ അവന്റെ ഭയം അതായിരിക്കണം. അവൻ ഭയപ്പെടേണ്ടത് സൂഉൽ ആഖിബത്തിനെ കുറിച്ചാണ്. ഇങ്ങനെയൊക്കെ ജീവിച്ചു, മുസ്തഖീമായി ജീവിച്ചു, നല്ലവനായി ജീവിച്ചു, സൂക്ഷ്മതയോടുകൂടി ജീവിച്ചു, പക്ഷേ അവന്റെ അനന്തരഫലം, അവന്റെ അവസാനം എന്തായിരിക്കും? അത് സൂ ആയിരിക്കുമോ ഹസനായിരിക്കുമോ, ചീത്തയായിരിക്കുമോ നന്മയായിരിക്കുമോ എന്നതിനെ കുറിച്ചുള്ള ഭയം. അതാണ് അല്ലാഹു പഠിപ്പിച്ചത്. വഅലമു, അറിയണം ജനങ്ങളെ, അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി. അല്ലാഹു മനുഷ്യന്റെയും അവന്റെ മനസ്സിന്റെയും ഇടയിൽ സ്ക്രീൻ ഉണ്ടാക്കും. അള്ളാഹു മനുഷ്യൻ്റെയും അവൻ്റെ മനസ്സിനിടയിൽ ഒരു മറയിടും. മറട്ടാൽ ഈ മനുഷ്യൻ എന്നെ അറിയില്ല എന്താ ചെയ്യണത്. അങ്ങനെയുള്ള ചില ആൾക്കാർ ഞാൻ അറിയാതെ ചില കാര്യങ്ങൾ ചെയ്തു പോയി എന്നാ പറയാം. അറിയാതെ ചെയ്തു പോകുന്നവർ എന്തിന്? ഒഴുക്കിനനുസരിച്ച്, ഒഴുക്കിലൂടെ നിന്നപ്പോൾ ഒഴുക്കിനനുസരിച്ച് ഒഴുകിപ്പോയി. അതാണ് പലപ്പോഴും നാം ഭയപ്പെടേണ്ടത്. അതാണ് മുസ്തഖീമായ മനുഷ്യൻ ഭയപ്പെടേണ്ട ഒന്നാമത്തെ ഭയം. രണ്ടാമത്തെ ഭയം നുഖ്സാനു ദറജ, അവനുള്ള ദറജ അവന് കുറഞ്ഞു പോകുമോ എന്ന ഭയം. അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ അമല് ചെയ്ത് മുസ്തഹബാത്തുകളും സുന്നത്തുകളും ഒക്കെ ചെയ്ത് നോമ്പ് നോറ്റ് നമസ്കരിച്ച് ഖുർആൻ ഓതി നല്ല കാര്യങ്ങൾ ചെയ്ത് അവൻ നേടിയെടുത്തിട്ടുള്ള മഹോന്നതമായ പദവി, ആ പദവി അവന് കുറഞ്ഞു പോകുമോ എന്ന ഭയം. അതാണ് രണ്ടാമതായി ഉണ്ടാകേണ്ട ഭയം, നല്ല മനുഷ്യർക്കുണ്ടാകേണ്ട രണ്ടാമത്തെ ഭയം. മൂന്നാമത്തെ ഭയം അവൻ മനസ്സിലാക്കണം, അവനെപ്പോഴെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ വന്നു പോകുന്നുവെങ്കിൽ അവൻ മനസ്സിലാക്കേണ്ടത് ആ തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനും അകലാനും തൻ്റെ മനസ്സ് തന്നെ പ്രേരിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ്. ഈ 3 ഭയം, അങ്ങനെ അവൻ്റെ മനസ്സ് ചെയ്യൂലേ എന്നുള്ള ഈ ഭയം അവൻ്റെ മനസ്സിലുണ്ടാകണം. ഇങ്ങനെയൊക്കെ ആയാലും ഈ ഖൗഫ് എപ്പോഴാണ് ഉപകാരം ചെയ്യുക അത് നമ്മൾ മനസ്സിലാക്കണം. പേടി എപ്പോഴാണ് ഉപകാരം ചെയ്യുക? പണ്ഡിതന്മാർ വിശദീകരിച്ചു, യൻഫഉ മഅൻ നദമി വൽ ഇഖ്ലാ. ഖേദമുണ്ടായാലേ പേടി ഗുണം ചെയ്യൂ. അതുപോലെ തന്നെ ഇഖ്ലാ അഥവാ ഈ ചെയ്തു പോയതിൽ നിന്ന് പരിപൂർണമായി അവയോട് രാജി പ്രഖ്യാപിക്കാൻ മനുഷ്യൻ തുനിഞ്ഞെങ്കിൽ മാത്രമേ, ഇനി ഞാൻ ഒരിക്കലും അത് ചെയ്യൂല, ഒരിക്കലും അത് വാങ്ങൂല, ഒരിക്കലും അതിലേക്ക് പോവുകയില്ല എന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യനെത്തിയെങ്കിൽ മാത്രമേ മനുഷ്യന് ഖൗഫ് ഉപകാരപ്പെടുകയുള്ളൂ. ഏതായിരുന്നാലും ശരി സഹോദരാ, ഖൗഫിനെ കുറിച്ച് ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞ ഹുക്മ് നാം ഓർക്കണം. ഖൗഫ് എന്ന് പറയുന്നത് വാജിബാകുന്നു എന്നാണ് പറഞ്ഞത്, അഥവാ നിർബന്ധമാകുന്നു. ഏതുപോലെ നിസ്കാരം വാജിബാണ് എന്ന് പറയുന്നത് പോലെ നിർബന്ധമാണെന്ത്? ഖൗഫ്. ഏത് രൂപത്തിലുള്ള ഖൗഫ്? ഇപ്പോൾ നാം വിശദീകരിച്ചതുപോലെയുള്ള ഖൗഫ്. ആ ഖൗഫ് ഉണ്ടെങ്കിൽ മാത്രമേ നാം രക്ഷപ്പെടുകയുള്ളൂ എന്ന കാര്യം നാം ഓർക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു, അല്ലാഹുവിനെ മാത്രം ഭയപ്പെടേണ്ടതിനെ കുറിച്ച് പറഞ്ഞു. വഇയ്യായ ഫർഹബൂൻ, എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടുക. മറ്റൊരിടത്ത് അല്ലാഹു പറഞ്ഞു, ഫലാ തഖ്ശൗന്നാസ വഖ്ശൗനി, നിങ്ങൾ ജനങ്ങളെ ഭയപ്പെടരുത്, നിങ്ങൾ എന്നെ ഭയപ്പെടണം. നോക്ക് നിങ്ങൾ അള്ളാഹുവിൻ്റെ പദങ്ങൾ. വഇയ്യായ ഫർഹബൂൻ, എന്നെ മാത്രം ഭയപ്പെടണം. ഫലാ തഖ്ശൗന്നാസ വഖ്ശൗനി, മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞു, അല്ലദീന ഹും മിൻ ഖശിയതി റബ്ബിഹിം മുഷ്ഫിഖൂൻ, അവർ തങ്ങളുടെ റബ്ബിനെ കുറിച്ച് അങ്ങേയറ്റം ഭയപ്പെടുന്നവരാണ്. അങ്ങേയറ്റം ഭയപ്പെടുന്നവർ. ഒരുപാട് ഹദീസുകളിലൂടെയും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കാര്യം വിശദീകരിച്ചു. നല്ല മനുഷ്യന്മാരെ കുറിച്ച് പറയുന്നിടത്ത് മുഴുവൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം പറഞ്ഞിടത്ത് പറഞ്ഞു. മുർസലീങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞിടത്ത് പറഞ്ഞു, വമാ നുർസിലുൽ മുർസലീന ഇല്ലാ മുബശ്ശിരീന വമുൻദിരീൻ,
മുർസലീങ്ങളെ നാം നിയോഗിച്ചിട്ടുള്ളത് സന്തോഷ വാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായിട്ടല്ലാതെയല്ല. ആ താക്കീതിൽ അടങ്ങിയിട്ടുള്ളത് ഇൻദാർ എന്ന് പറഞ്ഞാൽ മുഫസ്സിറുകൾ വിശദീകരിച്ചു, അൽ ഇഅ്ലാമു ബിശ്ശൈ അല്ലദീ യുഖീഫ്, ഭയപ്പെടുത്തുന്ന ഒന്നിനെ കുറിച്ചുള്ള നേരത്തെ നൽകുന്ന വിവരത്തിനാണ് ഇൻദാർ എന്ന് പറയുന്നത്. അഥവാ അവിടെയും മുർസലീങ്ങളെ നിയോഗിക്കപ്പെട്ടത് പോലും അങ്ങനെയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വന്തത്തെ കുറിച്ച് പറഞ്ഞു, വഖുൽ, നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കണം, ഇന്നി അനന്നദീറുൽ മുബീൻ, ഇതാ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ താക്കീതുകാരനാണ്, നിങ്ങളെ പേടിപ്പെടുത്തുന്നവനാണ്. ഫഫിറു ഇലല്ലാഹ് ഇന്നി ലക്കും മിൻഹു നദീറും മുബീൻ, നിങ്ങൾ അല്ലാഹുവിലേക്ക് പേടിച്ചോടുക. ഫഫിറു ഇലല്ലാഹ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അല്ലാഹുവിലേക്ക് പേടിക്കുക, അല്ലാഹുവിൽ നിന്ന് പേടിച്ചോടല്ല, അല്ലാഹുവിലേക്ക് പേടിച്ചോടുക. കാരണം ഇന്നി ലക്കും മിൻഹു നദീറും മുബീൻ, ഞാൻ അല്ലാഹുവിൽ നിന്നുള്ള വ്യക്തമായ താക്കീതുകാരനാണ്. ഈ താക്കീത് ഭയവുമായി ബന്ധപ്പെട്ടതാണ്. പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ പോലും ഇത് വന്നു. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ, ആദ്യകാലത്തിലാണല്ലോ ആയത്തിറങ്ങിയത്. ഖും ഫഅൻദിർ, നബിയെ എഴുന്നേൽക്കണം, ഇൻദാർ നടത്തണം, ഇൻദാർ നടത്തണം. അള്ളാഹുവിന്റെ അദാബിനെ കുറിച്ച് വിശദീകരിച്ചെടുത്ത് പറഞ്ഞ ആയത്താണ് ഞാൻ നിങ്ങളെ ഓതിക്കേൽപ്പിച്ചത്. ലഹും മിൻ ഫൗഖിഹിം ളുലലും മിനന്നാർ, അവർക്ക് ലഹും അവർക്കുണ്ട്, മിൻ ഫൗഖിഹിം അവരുടെ മീതെ, ളുലലും മിനന്നാർ നരകത്തിൽ നിന്നുള്ള തീയിൽ നിന്നുള്ള തട്ടുകൾ, നരകത്തിലുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞതാണ്. വമിൻ തഹ്തിഹിം ളുലലും അവരുടെ താഴത്തുമുണ്ട് തട്ടുകൾ. എന്നിട്ട് പറഞ്ഞു എന്തിനാ? മുകളിലും തട്ട് താഴെയും തട്ട്. ദാലിക യുഖവ്വിഫുല്ലാഹു ഇബാദഹു, അത് മുഖേന, ഈ പറഞ്ഞത് മുഖേന അള്ളാഹു അവന്റെ അടിമകളെ ഭയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് യാ ഇബാദി ഫത്തഖൂൻ, എന്റെ അടിമകളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. യുഖവ്വിഫുല്ലാഹു ഇബാദഹു, യുഖവ്വിഫുല്ലാഹു ഇബാദഹു, അള്ളാഹു ഭയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. ഒരുപാട് സ്ഥലത്ത് അള്ളാഹു അമ്പിയാക്കന്മാർക്ക് മുഅ്ജിസാത്തുകൾ നൽകിയെടുത്ത് പറഞ്ഞു. അതെന്തിനാ? വആതൈനാ സമൂദൻ നാഖതൻ, സമൂദിന് നാഖത്ത് നൽകി. അതെന്തിനാണെന്ന് പറഞ്ഞു? മുബ്സിറ, അവർക്കൊരു ദൂരക്കാഴ്ച ഉണ്ടാകാൻ വേണ്ടി. പക്ഷേ ഫളലമൂ ബിഹാ വമാ നുർസിലു ബില്ലായാതി ഇല്ലാ തഖ്വീഫ, പക്ഷേ അവർ ആ നാഖത്തിനെ, ആ ഒട്ടകത്തെ അവർ അറുത്തു. അറുക്കരുത്, നിങ്ങൾ വെറുതെ വിടണമെന്ന് പറഞ്ഞ ഒട്ടകത്തെ ആ വിഭാഗം അറുത്തു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വമാ നുർസിലു ബില്ലായാതി ഇല്ലാ തഖ്വീഫ, ഇത്തരം ആയത്തുകളെ നാം അയക്കുന്നത് തഖ്വീഫാണ്, പേടിപ്പിക്കാനാണ്. ഇത് എല്ലാ ആയത്തുകളെ കുറിച്ചും. അമ്പിയാക്കന്മാരുടെ ശേഷം വരുന്ന ഒരുപാട് അടയാളങ്ങളും ദൃഷ്ടാന്തങ്ങളുമുണ്ട്. കാറ്റായാലും മഴയായാലും രാത്രിയായാലും ഇരുട്ടായാലും ഒക്കെ വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫ, പേടിപ്പിക്കാനാണ്. നിങ്ങൾക്കറിയില്ലേ, പിന്നെ ഗ്രഹണം ബാധിച്ചാൽ സഹാബത്ത്, നബിക്കും സഹാബത്തിനൊക്കെ ഭയം. ഗ്രഹണമൊക്കെ പോട്ടെ സഹോദര, രാത്രിയായാൽ പേടിയായിരുന്നു. ഏതാ പേടി? ഇന്നത്തെ പേടിയല്ല. ഇന്ന് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റൂല രാത്രിയായാൽ. കാരണം കുത്തും, അല്ലേ, കൊല ചെയ്യും, പണം അപഹരിക്കും. ആ പേടിയല്ലായിരുന്നു. രാത്രിയെക്കുറിച്ച് അള്ളാഹു റസൂലിന് ഭയമായിരുന്നു. എന്താ രാത്രി സംഭവിക്കുക, അള്ളാഹു എന്തൊക്കെ ചെയ്യും രാത്രി എന്നറിയില്ല, അതുകൊണ്ടുള്ള ഭയം. ആ രൂപത്തിലുള്ള ഭയമായിരുന്നു അള്ളാഹുവിൻ്റെ ആയത്തുകളെ കുറിച്ച് നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ സമൂഹത്തിനുണ്ടായിരുന്നത്. നമുക്കും അതാണ് ഉണ്ടാകേണ്ടത്. ശരി, എന്തിനാണ് ഈ ഭയം? എന്താണ് ഇതുകൊണ്ടുള്ള ഉപകാരം? ഒന്നാമതായി മനസ്സിലാക്കണം, അല്ലാഹു തആല ഈമാൻ കിട്ടാനുള്ള ഷർത്തായി, നിബന്ധനയായി വെച്ചത് ഈ ഖൗഫാണ്. ഈമാൻ ഉണ്ടോ ഇല്ലേ എന്നറിയാനുള്ള നിബന്ധനയായി വെച്ചത് ഈ ഖൗഫ്. അതാണ് ഒന്നാമത്തെ ഉപകാരം. ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ അവരെ ഭയപ്പെടരുത്. ഇസ്ലാമിന്റെ ശത്രുക്കളെ, അല്ലാഹുവിന്റെ ശത്രുക്കളെ അല്ല നിങ്ങൾ പേടിക്കേണ്ടത്. വഖാഫൂനി, നിങ്ങൾ എന്നെ പേടിക്കണം. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ. അപ്പൊ ഈമാൻ ഉണ്ടോ ഇല്ലേ എന്നറിയാനുള്ള ഷർത്ത് എന്താ? അള്ളാഹനെ ഭയപ്പെടുക എന്നുള്ളതാ. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു ജരീർ തബരി പറയുന്നു, ലാ തഖാഫു അയ്യുഹൽ മുഅ്മിനീൻ അൽ മുശ്രികീന, എടോ മുഅ്മിനീങ്ങളെ, അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ മുശ്രിക്കീങ്ങളെ പേടിക്കരുത്. വലാ യഅലിമന്ന അലൈക്കും ഉമൂറഹും, അവരുടെ കാര്യങ്ങളൊന്നും നിങ്ങൾ ഒരു വലിയ കാര്യമായി, അവരുടെ ശക്തിയോ അവരുടെ കഴിവോ ഒന്നും ഒരു വലിയ കാര്യമായി നിങ്ങൾ കരുതരുത്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കരുത്. വലാ തുർഹിബു ജംഅഹും മഅ തഅതികും ബിയായ്,
അവരൊരുമിച്ച് കൂടി, അവർ ശക്തി സംഭരിച്ചു, അവർക്ക് ആയുധമുണ്ട്, അവരുടെ പക്കൽ പലതരത്തിലുള്ള ടെക്നോളജികളുമുണ്ട് എന്നത് എന്നെ ഭയപ്പെടുന്നതോടൊപ്പം നിങ്ങളെ ഭയപ്പെടുത്തുന്ന വസ്തുവാകരുത്. നമുക്കിപ്പോൾ അതാണല്ലോ ഇപ്പം നമ്മളെ വിഷയം. ആരെ നമുക്ക് പേടി? ഞാൻ പറയണ്ടല്ലോ, ഏത് രാജ്യത്തെ പേടി ചോദിച്ചാൽ ഒന്നാമത്തെ എല്ലാവരെയും മറുപടി ഒന്നാമത്തെ അക്ഷരം കൊണ്ട് തുടങ്ങുന്ന രാജ്യമാണല്ലോ. എല്ലാവരും പറയും പേടിയാണ്, എല്ലാവർക്കും പേടി. എൻ്റെ കാര്യം എന്താ വിഷയം? അള്ളാഹുവിനെ ഭയപ്പെടാത്തതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ പദം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഫലാ തഖാഫൂഹും. ഏത് കൊമ്പന്മാരായാലും അവരെ നിങ്ങൾ പേടിക്കണ്ട. വഖാഫൂനി, നിങ്ങൾ എന്നെ പേടിച്ചോ. പക്ഷേ എപ്പോൾ? ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ ആ പേടി വരും, ആ ഒരവസ്ഥ വരും. അല്ലെങ്കിലോ ഈമാൻ ഇല്ലെങ്കിൽ തിരിച്ചു വരും. നമ്മൾ മനസ്സിലാക്കിയല്ലോ, നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം നാം നമ്മുടെ ശത്രുവിനെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാ. നമ്മുടെ ശത്രു ആരാ? പുറത്തുള്ള ആളല്ല. നമ്മളെ ശത്രുവിനെ കീഴ്പ്പെടുത്തുക എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും ചിന്ത പോവുക പുറത്തുള്ള അല്ല. നമ്മുടെ ശത്രു നമ്മുടെ മനസ്സാ. അവനെ കീഴ്പ്പെടുത്തണം. അതിനാണ് ഇപ്പം നമ്മൾ ഈ മനസ്സിന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവനെ കീഴ്പ്പെടുത്തണം. അവനെ കീഴ്പ്പെടുത്തിയാൽ നമുക്ക് ഏത് ശത്രുവിനെയും കീഴ്പ്പെടുത്താം. അവനെ നാം കീഴ്പ്പെടുത്തിയില്ലെങ്കിൽ, അവൻ നമ്മെ കീഴ്പ്പെടുത്തിയാൽ എല്ലാ ശത്രുക്കളും നമ്മെ കീഴ്പ്പെടുത്തും. അവൻ എത്ര ദുർബലനായിരുന്നാൽ പോലും. അതുകൊണ്ടാണ് കൊച്ചു സംഘങ്ങൾ, ഇസ്ലാമിന്റെ കൊച്ചു സംഘങ്ങൾ മഹാവീരന്മാരായ ശത്രുക്കളെ പരാജയപ്പെടുത്തിയത്. അവരുടെ മനസ്സ് ശക്തമായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബികളെ പരീക്ഷിച്ചു. അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാര്, ഭയപ്പെടാത്തവരാര് എന്നറിയാൻ. യാ അയ്യുഹല്ലദീന ആമനൂ ലയബ്ലുവന്നകുമുല്ലാഹു ബിശൈഇൻ മിനസ് സൈദി തനാലുഹു ഐദീകും വരിമാഹുകും ലിയഅലമല്ലാഹു മൻ യഖാഫുഹു ബിൽ ഗൈബ്. അല്ലയോ സത്യവിശ്വാസികളെ, അല്ലാഹു നിങ്ങളുടെ കുന്തം കൊണ്ടും നിങ്ങളുടെ കൈ കൊണ്ടും നിങ്ങൾക്ക് ലഭിക്കാവുന്ന വേട്ടമൃഗങ്ങളെ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വേട്ടയാടരുത് എന്ന് പറഞ്ഞ സമയമുണ്ട്. ഇഹ്റാമിൽ പ്രവേശിച്ച വേട്ടയാടാൻ പാടില്ല. എന്നിട്ടോ ഇഹ്റാമിൽ പ്രവേശിച്ച ശേഷം വേട്ടയാടാൻ പാടില്ല എന്ന് പറഞ്ഞ സമയത്ത് ഒരുപാട് വേട്ടമൃഗങ്ങൾ കൈകൊണ്ടും കിട്ടും, കുന്തം കൊണ്ടും കിട്ടും. പരീക്ഷണമാണ്. അള്ളാഹ് പറയുന്നത് എന്തിനായിരുന്നു? അള്ളാഹുവിനറിയാൻ. മൻ യഖാഫുഹു ബിൽ ഗൈബ്, ആരാണ് ഗൈബിയായി അദൃശ്യമായി അള്ളാഹുവിനെ ഭയപ്പെടുന്നത്. അപ്പൊ വിഷയം അവിടെയാണ്. നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ട് നമ്മളൊരു കാര്യം ചെയ്യാതിരിക്കണവും സന്ദർഭം കിട്ടാത്തത് കൊണ്ട് ചെയ്യാതിരിക്കണവും തമ്മിലുള്ള വ്യത്യാസമാണ്. സന്ദർഭം ഇങ്ങനെ തരും അള്ളാഹു, തെറ്റ് ചെയ്യാനുള്ള സന്ദർഭങ്ങൾ ഇങ്ങനെ തരും. ആ സന്ദർഭങ്ങളിൽ അത് ചെയ്യാതെ ഇത് പടച്ച റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ്, ഞാൻ ചെയ്യുമോ ഇല്ലയോ എന്നറിയാൻ. ആരും കാണുന്നില്ല, കേൾക്കുന്നില്ല, അറിയുക പോലുമില്ലെന്ന് എനിക്കുറപ്പുണ്ട്. പക്ഷേ മൻ യഖാഫുഹു ബിൽ ഗൈബ്, അള്ളാഹു അറിയും എന്ന ഭയം, അദൃശ്യമായി അള്ളാഹു അറിയും എന്ന ഭയം. ഇവിടെയാണ് മനുഷ്യന്മാർ പരാജയപ്പെട്ടു പോകുന്നത്. സഹാബത്തിനെ അള്ളാഹു പരീക്ഷിച്ചു, അവര് വിജയിച്ചു. ബനൂ ഇസ്രായേലിന്റെ കഥ നിങ്ങൾക്കറിയാലോ. അവരെ അള്ളാഹു പരീക്ഷിച്ചു, അവർ തോറ്റുപോയപ്പോൾ അള്ളാഹു അവരെ നശിപ്പിച്ചു. അല്ലേ? അവരോട് ശനിയാഴ്ച പിടിക്കരുതെന്ന് പറഞ്ഞു. ഓലെന്താ ചെയ്തത് നിങ്ങൾക്കറിയാലോ. ശനിയാഴ്ച മീനൊന്നും പിടിച്ചില്ല, പക്ഷേ തോട് കീറി ഇപ്പുറത്ത് വലിയൊരു കനാലുണ്ടാക്കി അതിലേക്ക് മീനൊക്കെ വന്നു. തോടാണ് കെട്ടി. കുറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ പടച്ചോനെ പറ്റിച്ചു. ഇതൊരു പരീക്ഷണമായിരുന്നു. അതിൽ ബനൂ ഇസ്രായേൽക്കാർ തോറ്റുപോയി. അതുകൊണ്ട് ഫഹൽ അള്ളാഹു അവരെ നശിപ്പിച്ചു. അല്ലേ? അവരോട് പറഞ്ഞു കൂനു ഖിറദതൻ ഖാസിഈൻ, എടോ നിന്ദ്യന്മാരായ കുരങ്ങുകളാകി എന്ന് പറഞ്ഞു. ഭയങ്കരമായ, ലോകത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ശിക്ഷ, ശക്തമായ ശിക്ഷ അള്ളാഹു നൽകി. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഓരോ സംഭവങ്ങളും നമ്മളൊക്കെ ഈ മാനസികമായ അമലുകളെക്കുറിച്ച്, പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മളൊക്കെ സ്വന്തം ജീവിതത്തിലെ ഉദാഹരണങ്ങളും അനുഭവങ്ങളും വെച്ച് ഇതിനെങ്ങനെ വിലയിരുത്തണം. അപ്പോഴേ നമുക്ക് ഇതുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് ഇത് ഇറങ്ങിച്ചുള്ളൂ, നമുക്കതുകൊണ്ട് ഗുണം ചെയ്യുകയുള്ളൂ. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം മനസ്സിലുണ്ടായാൽ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, ഫഖുൽ, നബിയെ അങ്ങ് പറയണം, ഇന്നി യഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അലീം. അള്ളാഹുവിനെ ധിക്കരിച്ചാൽ ഞാൻ പോലും ഭയപ്പെടുന്നു. ആരാ പറഞ്ഞു? റസൂൽ പറയാ, ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി, എന്റെ റബ്ബിനെ ഞാൻ ധിക്കരിച്ചാൽ വലിയ ശിക്ഷ വരുന്ന ഒരു ദിവസത്തെ കുറിച്ച് ഞാൻ പേടിച്ചു പോകുന്നു.
അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിനെ പിടിച്ചു കെട്ടാൻ വേണ്ടി അള്ളാഹു നമുക്ക് നൽകിയതാണെന്ത് ഈ ഖൗഫ് എന്നത്. പ്രത്യേകിച്ച് സഹോദരന്മാരെ, ബുദ്ധിയുള്ള ആളുകളുടെ ഒരു സവിശേഷതയായാണ് ഈ ഭയത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ബുദ്ധിയുള്ള ആളുകൾക്കേ പേടിക്കാൻ കഴിയുള്ളൂ. അല്ലാത്തവൻ എന്താ, നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ആൾക്കാർ നമുക്ക് ആകാശമില്ല ഭൂമിയില്ല എന്ന് പറഞ്ഞു പോണ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ? എന്താ, ഒരു പ്ലാനും പദ്ധതിയും ഉണ്ടാവില്ല, അങ്ങോട്ട് ഇറങ്ങും, നമുക്ക് ആകാശം ഭൂമി. കാരണം എന്താ? ആരും പേടിക്കാറില്ല, കാരണം ബുദ്ധിയില്ല. അതന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. അള്ളാഹു പഠിപ്പിക്കുന്നു, അഫമൻ യഅലമു അന്നമാ ഉൻസില ഇലൈക മിർ റബ്ബിക്കൽ ഹഖ് കമൻ ഹുവ അഅമാ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. ബുദ്ധിയുള്ള മനുഷ്യനെ അള്ളാഹുവിന്റെ നിന്റെ നാഥനിൽ നിന്ന് നിനക്ക് വന്നത് സത്യമാണ് എന്നറിയുന്നവൻ അവനും കമൻ ഹുവ അഅവാ, ഇതൊന്നും അറിയാത്ത അന്ധനും സമമാണോ? അല്ലല്ലോ, അന്ധൻ എന്ന് പറഞ്ഞാൽ ആരാ? കണ്ണില്ലാത്ത ഒന്നല്ല, അള്ളാഹുവിൽ നിന്നാണ് ഇത് ഇറങ്ങിയത് എന്ന് മനസ്സിലാക്കാത്ത അന്ധൻ, അവനാണ് യഥാർത്ഥ അന്ധൻ. യഥാർത്ഥ കണ്ണ് കാണാത്തവൻ അവനും സമമാണോ? അല്ലല്ലോ. ഇന്നമായ തദക്കറു ഉലുൽ അൽബാബ്. എന്നിട്ട് പറയുന്നു, ചിന്തിക്കുന്നത് ബുദ്ധിയുള്ളവർ മാത്രമാണ്, ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ഈ ഉദാഹരണങ്ങൾ മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആരാണ് ബുദ്ധിയുള്ളവരെന്ന് പറഞ്ഞു? അല്ലദീന യൂഫൂന ബിഅഹ്ദില്ലാഹ് വലാ യൻഖുദൂനൽ മീസാഖ്. അല്ലാഹുവുമായി ഉണ്ടാക്കിയ കരാറുകൾ പൂർത്തിയാക്കുന്നവർ, അതിനെ മുറിക്കാത്തവർ. വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി അൻ യുസല. അല്ലാഹു പൂർത്തിയാക്കണം എന്ന് പറഞ്ഞ ബന്ധങ്ങളെ, കുടുംബ ബന്ധങ്ങളെ പൂർത്തിയാക്കുന്നവർ. വയഖ്ശൗന റബ്ബഹും, ഖശിയത്ത്, അവരുടെ റബ്ബിനെ ഭയപ്പെടുന്നവർ. വയഖാഫൂന സൂഅൽ ഹിസാബ്, മോശമായ വിചാരണയെ നേരിടേണ്ടി വരുമെന്ന് ഭയപ്പെടുന്നവർ. അപ്പൊ ആ ഭയം സഹോദര, ആ ഭയം ബുദ്ധിയുള്ളവരുടെ ലക്ഷണമായാണ് ഖുർആൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ശരി, ഈ ഖൗഫ് കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണ്? അതിന്റെ സമ്രത്ത് എന്താ? പരിണത ഫലം, അതുകൊണ്ടുള്ള ഫലം എന്താണ്? ഒന്ന്, ദുനിയാവിൽ അതുകൊണ്ട് ഫലമുണ്ട്. ഒന്നാമത്തെ ഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, അല്ലാഹുവിനെ ഭയപ്പെട്ടാൽ ദുനിയാവിൽ നല്ല സമാധാനമുള്ള ജീവിതം നൽകും, സുഖമുള്ള ജീവിതം നൽകും. വഖാലല്ലദീന കഫറൂ ലിറുസുലിഹിം ലനുഖ്രിജന്നകും മിൻ അർദിനാ ഔ ലതഊദന്ന ഫീ മില്ലതിനാ ഫഔഹാ ഇലൈഹിം റബ്ബുഹും ലനുഹ്ലികന്നൽ-ളാലിമീന വലനുസ്കിനന്നകും ഫിൽ അർദി മിൻ ബഅദിഹിം ദാലിക ലിമൻ ഖാഫ മഖാമി വഖാഫ വഈദ്. കാഫിറുകൾ അമ്പിയാക്കന്മാരോട് പറഞ്ഞു, ഞങ്ങൾ ഈ നാട്ടിൽ നിങ്ങളെ പുറത്താക്കും, ഇവിടുന്ന് ഞങ്ങൾ നിങ്ങളെ ബഹിഷ്കരിക്കും, നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ പഴയ മാർഗത്തിലേക്ക് തിരിച്ചു വരണം, പൂർവ്വപിതാക്കളുടെ മാർഗത്തിലേക്ക് തിരിച്ചു വരണം, അല്ലെങ്കിൽ പുറത്താക്കും എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് അള്ളാഹു വഹി നൽകുകയാണ്, റസൂലുകൾക്ക് എന്ത് പേടിക്കണ്ട, അക്രമികളെ നാം നശിപ്പിക്കും, ഭൂമിയിൽ നിങ്ങൾക്ക് സമാധാനം നൽകും. എപ്പോൾ? അവിടെയാണ് വിഷയം, അതാണ് നമ്മളെ വിഷയം. എപ്പോൾ? ദാലിക ലിമൻ ഖാഫ മഖാമി, എന്റെ മഖാമിനെ നിങ്ങൾ ഭയപ്പെട്ടാൽ. ഇവിടെ അള്ളാന്റെ മഖാമിനെ മാത്രം ആർക്കും പേടിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, വേറെ ഏതെങ്കിലും മഖാമിൽ ചെന്നിങ്ങനെ നിന്നാൽ ആൾക്കാർക്ക് എന്തോ ഒരു ബഹുമാനവും പേടിയും ആദരവും ഒക്കെ. അതിൻ്റെ അടുത്തേക്ക് പോകാൻ പാടില്ല, അവിടെ വെച്ച് സത്യം ചെയ്യാന്ന് പറഞ്ഞാൽ പേടിയാ. എന്നാലോ അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്യാനോ ഒരു പേടിയില്ല. എന്താ കാര്യം? അള്ളാഹുവിന്റെ മഖാമിനെ അല്ല ഭയം. ദാലിക ലിമൻ ഖാഫ മഖാമി, അള്ളാഹുവിന്റെ മഖാമിനെ ഭയപ്പെട്ടാൽ, അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഭയമുണ്ടായാൽ അള്ളാഹു സമാധാനം നൽകും. എവിടെ? ദുനിയാവിൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. രണ്ടാമത്തേത്, അമലുസ്സാലിഹാത്ത് ഇഖ്ലാസോട് കൂടി ചെയ്യാൻ ഖൗഫ് നമ്മെ പ്രേരിപ്പിക്കും. സൽക്കർമ്മം എല്ലാവരും ചെയ്യുന്നുണ്ട്, പലരും ചെയ്യുന്നുണ്ട്, സകല മനുഷ്യന്മാരും സൽക്കർമ്മം ചെയ്യുന്നുണ്ട്, ഇല്ലേ? ഒരുപാട് ആൾ ചെയ്യും. ഇന്നൊരു മനുഷ്യൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഒരു സഹോദരൻ വന്ന് പറഞ്ഞു, ഒരു അമുസ്ലിം സഹോദരൻ എത്രയോ വർഷങ്ങളായി മാസം തോറും 100 കുടുംബങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നു. എന്താ മൂപ്പരെ പ്രചോദനം, പ്രേരകം? മൂപ്പര് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ സഹോദര, ആ ചെയ്യുന്നതും അള്ളാഹുവിനെ ഭയപ്പെട്ട് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം, ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. പടച്ച റബ്ബിന് വേണ്ടി മാത്രം ചിലവഴിക്കുന്നവർ, അവരെന്തുകൊണ്ട് ചിലവഴിക്കുന്നു? ഇന്നാ നഖാഫു മിർ റബ്ബിനാ. മറ്റത് ജനങ്ങളുടെ കഷ്ടപ്പാട് കണ്ടിട്ട് കൊടുക്കുക. മുസ്ലിം കൊടുത്തതോ കഷ്ടപ്പാട് കണ്ടിട്ട് മാത്രമല്ല. പക്ഷെ നമ്മൾക്ക് തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ആളുകളുടെ കഷ്ടപ്പാട് കേൾക്കുമ്പോഴേ നമുക്ക് കൊടുക്കാൻ കഴിയലുള്ളൂ, അല്ലേ? അങ്ങനെയാണല്ലോ.
ഇപ്പം ഞാൻ ഇവിടെ നിന്ന് കണ്ടൊരു സമൂഹത്തിൻ്റെ അവസ്ഥ വളരെ പ്രയാസകരമായി ഇങ്ങനെ ചിത്രീകരിച്ച് വരച്ച് കാണിച്ചെന്നാൽ എല്ലാവരും ചിലപ്പോൾ ഉള്ളതൊക്കെ ആയിട്ട് തരും, കൊടുക്കും. പക്ഷെ അപ്പോഴല്ല നമ്മൾ കൊടുക്കേണ്ടത് എപ്പോഴാ? പലർക്കും പറ്റിയ ഒരു അബദ്ധം അതാണ്. ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ടല്ലോ, എന്താ അയാൾ മുസ്ലിം അല്ലെങ്കിലും അയാൾ ഒരുപാട് നല്ല കാര്യം ചെയ്ത ആളാണല്ലോ, മുമ്പ് രക്ഷപ്പെടൂലേ എന്ന്. അതാണ് വ്യത്യാസം. നല്ല കാര്യം ചെയ്യാന്നുള്ള നല്ല വിഷയം. എന്തിന് നല്ല കാര്യം ചെയ്തു? എന്താണ് പ്രചോദനം, പ്രേരകം? അങ്ങനെയുള്ള ഒരു ദിവസത്തെ ഭയപ്പെടുന്നു ഞങ്ങൾ. ആ ഭയത്തിന്റെ കാരണമായി ചെലവഴിക്കുക. കയ്യോ, അവിടെ പോയി നിൽക്കേണ്ടി വരും എന്നുള്ള പേടിയുണ്ട് എന്താക്കുക? ഇത് പറയുക, ഇത് പ്രചരിപ്പിക്കുക, ഇത് കൊടുക്കുക, ഇത് ഉൾക്കൊള്ളുക, ഇത് മനസ്സിലാക്കുക. അവിടെയാണ് വിഷയം. അത് നമുക്ക് കിട്ടുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഖൗഫ് ഉണ്ടാകുമ്പോൾ മാത്രമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഖൗഫാണ് അത്. ദുനിയാവിൽ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. ആഖിറത്തിൽ ഒരുപാട് കാര്യം കിട്ടാം, പറഞ്ഞാൽ തീരാത്ത കാര്യം. കേട്ടോ, ഒന്നാമതായി അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണല് കിട്ടും. അല്ലേ? കേട്ടിട്ടില്ല നിങ്ങൾ? 7 വിഭാഗം ആളുകളെ കുറിച്ച് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, റജുലുൻ തലബതുഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാൽ ഫഖാല ഇന്നി യഖാഫുല്ലാഹ്. നല്ല ചൊറുക്കുള്ള ഒരു പെണ്ണ്, നല്ല സൗന്ദര്യമുള്ള തറവാടിയുള്ള ഒരു പെണ്ണ്, അല്ലേ? ആവശ്യവുമായി അവൾ വന്നു. അപ്പോൾ ഇവൻ പറഞ്ഞു, ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു, എനിക്ക് പറ്റൂല, ഞാനല്ല എൻ്റെ ഒപ്പം. അങ്ങനെ പറയാൻ അവനെ പ്രേരിപ്പിച്ചത് ഇന്നി അഖാഫുല്ലാഹ്. ആ ഖൗഫ് അവന് പരലോകത്തിൽ ഒരു അള്ളാഹുവിന്റെ തണലല്ലാതെ ഒരു തണലുമില്ലാത്ത ദിവസം തണല് കിട്ടും. അല്ലേ? അള്ളാഹുവിനെ പേടിച്ച് ഭയപ്പെട്ട് കരഞ്ഞാൽ വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാഹ്, അള്ളാഹുവിനെ പേടിച്ചിട്ട് കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒലിച്ചു. വേറെ പലതിനും കണ്ണിൽ നിന്ന് വെള്ളം ഒഴിക്കലുണ്ട്, അല്ലേ? പലത് കേട്ടാലും കണ്ണിൽ നിന്ന് വെള്ളം ഒഴിക്കും. അള്ളാഹുവിനെ പേടിച്ചിട്ട് അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു മൂലയിലിരുന്ന് ഓർത്തിട്ട് കരയാൻ ആർക്കേം തോന്നിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഐനാനി ലാ തമസ്സുഹുമന്നാർ, 2 കണ്ണുകളെ നരകം സ്പർശിക്കുകയില്ല. ഏതാ ഒരു കണ്ണ്? ഐനുൻ ബകത് ഫീ ഖശ്യത്തില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് പേടിച്ചിട്ട് കരയാൻ സാധിച്ച കണ്ണ്. അപ്പൊ കരഞ്ഞാൽ സഹോദര, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം, സ്വർഗത്തിലെത്താം, തണല് കിട്ടും അള്ളാഹുവിൻ്റെ. ഒന്ന്. രണ്ടാമത്തേത്, മഗ്ഫിറത്ത് കിട്ടാൻ കാരണമാണ് ഖൗഫ്. ഒരുപാട് സ്ഥലത്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു മഹാസംഭവം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. റജുലുൻ കാന ഫീ മൻ ഖബ്ലനാ ഇൻദഹു ജഹ്ലുൻ അളീം, മഹാവിവരമില്ലാത്തൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ സമൂഹത്തിൽ. റസൂലുള്ളാഹി പഠിപ്പിക്കുക, ഒരു വിവരമില്ലാത്തൊരു മനുഷ്യൻ. റസഖഹുല്ലാഹു മാലൻ, അല്ലാഹുവിന് കുറേ പണം കൊടുത്തു. ഫഖാല ലിബനീഹി ലമ്മ ഹദറഹുൽ മൗത്ത്, മരണമാസന്നമായപ്പോൾ ഇയാൾ മക്കളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, അയ്യു അബിൻ കുൻതു ലക്കും, ഞങ്ങളുമായിട്ട് എങ്ങനെയായിരുന്നു, ഞാൻ എന്ത് വാപ്പയായിരുന്നു? നല്ല വാപ്പയെന്ന് ചീത്ത വാപ്പയായിരുന്നു? ഫഖാൽ, അപ്പോൾ കുട്ടികളെല്ലാവരും കൂടി പറഞ്ഞു, നല്ല വാപ്പയായിരുന്നു നിങ്ങൾ, നല്ല വാപ്പയായിരുന്നു. ഖൈറു അബിൻ, ഓ നല്ല വാപ്പ. ഖാൽ, അപ്പോൾ മൂപ്പര് പറയാ, ഫഇന്നീ ലം അഅമൽ ഖൈറൻ ഖത്ത്, ശരിയാണ് മക്കളെ, ഞാൻ നല്ല വാപ്പയായിരുന്നു, പക്ഷേ ഫഇന്നീ ലം അഅമൽ ഖൈറൻ ഖത്ത്, ഞാൻ വല്ലാതെ നല്ല കാര്യമൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഫഇദാ മുത്തു ഫഹ്രിഖൂനി സുമ്മ സ്ഹഖൂനി സുമ്മ ദറൂനി ഫീ യൗമിൻ ആസിഫ്, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ ഒരു നല്ല കാര്യം ചെയ്തിട്ടില്ല. ഇയാൾ ജാഹിലാട്ടോ, ഒരു വിവരമില്ലാത്ത മനുഷ്യൻ, ഒരു കാര്യം ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ ചുട്ട് കരിക്കണം. എന്നിട്ട് നല്ല പെരും കാറ്റുള്ള ഒരു ദിവസം ചുട്ടുകരിച്ച വെണ്ണൂറ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെക്കണം. അപ്പോൾ വെണ്ണൂറ് ഇങ്ങനെ പാറിപ്പോകും. എന്താവും? ഞാൻ രക്ഷപ്പെടും, അള്ളാഹിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും, ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും. മനുഷ്യൻ്റെ ജഹല് വിവരക്കേടുകൊണ്ടോ പറഞ്ഞ. പക്ഷേ ഈ ഫഫാലു, കുട്ടികളങ്ങനെ ചെയ്തു. പക്ഷേ അള്ളാഹ്ക്കുണ്ടോ ഇനി ഇത് പാറിപ്പോയി, ഈ സാധനം ഇല്ലാതെ വെക്കുക, എന്നാലുണ്ടോ അള്ളാഹുവിനൊരു ജീൻ കോഡ് പോലെ ഇത് പുനഃസൃഷ്ടി നടത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വമാ അസ്ഹല അൻ യുഈദഹു അല്ലാഹു കമാ കാൻ, അള്ളാഹ് അത് ഉണ്ടായിനെ മാതിരി തന്നെ ഇവൻ എന്താക്കി? തിരിച്ചുണ്ടാക്കി. എന്നിട്ട് ചോദിച്ചു, മാ ഹമലക്, എന്തിനാണോ നീ ഈ പണി ചെയ്തത്? ഫഖാൽ മഖാഫതുക,
റബ്ബേ നിന്നെ പേടിച്ചിട്ട് ചെയ്തു പോയതാ, ഖൗഫ് കൊണ്ട് ചെയ്തു പോയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഫതലഖാഹു ബിറഹ്മതിഹി, അല്ലാഹു അവന്റെ കാരുണ്യം അവന് മൂടി. ഫഅസ്സറഹു അല്ലാഹു ബിജഹ്ലിഹി, അവന്റെ ജഹ്ല് കാരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ശരീരം ചുട്ടുകരിക്കരുത് എന്ന വിവരം അവൻ ഇല്ലാത്തത് കൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തു പോയത്. വശഫഅലഹു ഖൗഫഹു മിർ റബ്ബിഹി, റബ്ബിനെ കുറിച്ച് അവന്റെ മനസ്സിലുള്ള ഭയമാണ് ഇത് ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ചത് എന്ന കാരണത്താൽ അല്ലാഹു അവന് ശഫാഅത്ത് കൊടുത്തു. പക്ഷെ ഇവനും ബഅസിനെയും പുനർജീവിതത്തെ നിഷേധിക്കുന്ന കരിച്ചു കളയുന്ന ആളുകളും സമമല്ല. കാരണം പുനർജീവിതത്തെ നിഷേധിക്കുന്ന കരിച്ചു കളയുന്ന ചുട്ടുകരിച്ചു കളയുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് വിവരമുണ്ട്. ഈ മനുഷ്യന് വിവരം ഉണ്ടായിരുന്നില്ല. വിവരമില്ലാത്തത് കൊണ്ട് അള്ളാഹു അവന് പുറത്തു കൊടുത്തു. പുറത്തു കൊടുക്കാനുള്ള കാരണം അള്ളാഹുവിനെ കുറിച്ചുള്ള അവന്റെ ഭയമായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഭയം മഗ്ഫിറത്തിന് കാരണമാണ്. മൂന്നാമത്തെ ഗുണം ആഖിറത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, മൻ ഖാഫ അദ്ലജ വമൻ അദ്ലജ ബലഗൽ മൻസില അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ അലാ ഇന്ന സിൽഅത്തല്ലാഹി അൽ ജന്ന. മൻ ഖാഫ അദ്ലജ, ആരെങ്കിലും പേടിക്കുകയാണെങ്കിൽ അവന് രാത്രിയുടെ ആദ്യഭാഗത്ത് തന്നെ യാത്ര പോകാൻ കഴിയും. എന്താണ് അങ്ങനെ പറഞ്ഞ? പേടിക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ശത്രു സൈന്യം വരുന്നു എന്ന വിവരം കിട്ടി നിൽക്കുക. മനസ്സിലായി? ഇന്ന് രാത്രി ശത്രു സൈന്യം വരും എന്ന് വിവരം കിട്ടിയാൽ ആ പേടി അവന്റെ മനസ്സിൽ വന്നാൽ അവൻ എന്ത് ചെയ്യും? രാത്രിയാണതിന്റെ മുമ്പ് തന്നെ അവിടുന്ന് രക്ഷപ്പെടും. അതാ പറഞ്ഞത്, വമൻ ഖാഫ അദ്ലജ വമൻ അദ്ലജ ബലഗൽ മൻസില. അങ്ങനെ രാത്രിയാകുന്നതിന് മുമ്പ് തന്നെ, ശത്രു സൈന്യം കടന്നു വരുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ അവൻ യഥാർത്ഥ വഴിയിലെത്താം. എന്നിട്ട് അല്ലാഹ് പറയുന്നു, അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, അല്ലാഹുവിന്റെ ചരക്ക് വില കൂടിയതാണ്. അലാ ഇന്ന സിൽഅത്തല്ലാഹി അൽ ജന്ന, അല്ലാഹുവിന്റെ ചരക്ക് ഏതാണെന്നോ അത് സ്വർഗ്ഗമാണ്. ഇവിടെ എന്താ വിഷയം? ഇവിടെ എന്താ വിഷയം നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിശാചിനെ കുറിച്ച് പറയുകയാണ്. പിശാച് വരുന്ന മാർഗമാണെന്ന് കേട്ടാൽ അവിടുന്ന് നമ്മൾ ഓടണം. ഏതുപോലെ ശത്രു സൈന്യത്തെ ഭയപ്പെട്ട് നേരത്തെ തന്നെ രക്ഷപ്പെട്ടാൽ അവൻ യഥാർത്ഥ സ്ഥാനത്ത് യഥാർത്ഥ വഴിയിലെത്തും എന്നതുപോലെയുള്ള ഒരു സ്വഭാവമാണ് മനുഷ്യനുണ്ടാകേണ്ടത്. അപ്പൊ സഹോദര, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം അവനെ എവിടെ എത്തിക്കും? സ്വർഗത്തിലെത്തിക്കും. അതാണ് വേണ്ടത്. ആ ഒരു രൂപമാണ് സഹോദരങ്ങളെ നമുക്കുണ്ടാകേണ്ടത്. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും മനുഷ്യന് രക്ഷപ്പെടാനുള്ള കാരണമാണ് ഭയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, സലാസുൻ മുൻചിയാത്തുൻ, മൂന്ന് കാര്യങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞ് നബി വിശദീകരിച്ചു. ഒന്ന്, ഖശിയത്തുല്ലാഹി തആല ഫിസ്സിർരി വൽ അലാനിയ, രഹസ്യമായും പരസ്യമായും അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം. അപ്പൊ സഹോദരങ്ങളെ, ഇതൊക്കെ അല്ലാഹു തആല നമുക്ക് നൽകുന്ന നേട്ടമാണ്. ഈ ഒരു നേട്ടം കിട്ടാൻ അല്ലാഹുവിനെ കുറിച്ച് നാം ഭയപ്പെടണം. സഹോദര, ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചു, മിൻ സമറാത്തിൽ ഖൗഫി അൻ യഖ്മഅ അശ്ശഹവാത്ത് വയുകദ്ദിറുൽ ലദ്ദാത്ത്. ഖൗഫ് ഉണ്ടായാലുള്ള നേട്ടം എന്താണെന്നറിയോ? കുറെ ഷഹ്വത്തുകളെ നമുക്ക് അടക്കാൻ കഴിയും. ഷഹ്വത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ഇച്ഛകൾ. നമുക്കിത് അടക്കാൻ കഴിയാത്ത എന്താ? ഇതിങ്ങനെ പുറത്തേക്ക് വരുന്നത് എന്തുകൊണ്ടറിയോ? പേടി വരാത്തതുകൊണ്ട്. ഖൗഫ് വന്നാലോ അതൊക്കെ അടക്കാൻ കഴിയും. എന്നിട്ട് എത്ര പേരെ കഴിയുമെന്ന് വെച്ചാൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ചില ആളുകളൊക്കെ നിങ്ങൾ വിളിച്ച് ചോദിച്ചു നോക്കേണ്ടി, മുമ്പ് ചെയ്ത പല കാര്യങ്ങളും അവർക്ക് പറയുന്നത് പോലും കേൾക്കുന്നത് പോലും വെറുപ്പായ ഒരുപാട് ആളുകൾ, മുമ്പ് ഒരുപാട് തെറ്റ് ചെയ്തിരുന്ന ആളുകൾ. അത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം മുഖേന അവന് ഹിദായത്ത് കിട്ടിയാൽ മുമ്പ് അവൻ ചെയ്തു പോയ തെറ്റുകൾ ഓർക്കുന്നത് പോലും അവന് പ്രയാസമാണ്. ആ രൂപത്തിൽ ശഹ്വത്തുകളിൽ അള്ളാഹു അനുവദിച്ച ശഹ്വത്തുകളുണ്ട്. അതല്ല ഈ പറഞ്ഞത്. അള്ളാഹു അനുവദിക്കാത്ത, അള്ളാഹുവിന് വെറുപ്പുള്ള ശഹ്വത്തുകൾ, അതിൽ നിന്ന് ഒഴിവാക്കണം. ഏതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കി, മനുഷ്യന്റെ ഇച്ഛകൾ എന്ന് പറഞ്ഞാൽ ഇച്ഛകൾ രണ്ട് വിധമുണ്ടല്ലോ. ആ മനുഷ്യന്റെ ഇച്ഛകൾക്ക് ഇഷ്ടമുള്ളതിൽ അള്ളാഹു അനുവദിച്ചതുണ്ട്, അള്ളാഹു അനുവദിക്കാത്തതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെക്കുറിച്ച് പറഞ്ഞു, ഹുബ്ബിബ ഇലൈഹി മിനദ് ദുനിയ അത്വീബു വന്നിസാ. ദുനിയാവിലെ ഇച്ഛകളിൽ നിന്ന് രണ്ടെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതേതാ? ഒന്ന് അത്തറും സുഗന്ധവും, രണ്ട് പെണ്ണും. ഇത് രണ്ടും ഹലാലായ രൂപത്തിലാണെങ്കിൽ നമുക്ക് അനുവദനീയം. അപ്പൊ ആ ഒരു ഹലാലായ രൂപത്തിലുള്ളതിനെ കുറിച്ചല്ല, അല്ലാത്തതിനെ കുറിച്ചുള്ള അത് ഒഴിവാകുന്ന അവസ്ഥ വരിക ഭയം മുഖേന മാത്രമാണ്.
അതെങ്ങനെ മനസ്സിലാക്കും? ഏതുപോലെ എന്ന് വെച്ചാൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വളരെ മനോഹരമായ ഒരു ഉദാഹരണം പറഞ്ഞു തന്നു. കമാ യസീറുൽ അസലു മക്റൂഹൻ ഇൻദ മൻ യഷ്തഹിഹി ഇദാ ഉലിമ അന്ന ഫീഹി സുമ്മൻ ഇദാ അലിമ അന്ന ഫീഹി സുമ്മൻ. തേൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള സംഗതിയാണല്ലോ, അല്ലേ? പക്ഷേ നല്ല ഇഷ്ടമുള്ള തേൻ ചിലപ്പോൾ ആളുകൾക്ക് വെറുപ്പാവും. എപ്പോൾ? ഇദാ അലിമ അന്ന ഫീഹി സുമ്മൻ, തേനിൽ വിഷം കലർത്തി എന്ന് കേട്ടാൽ വെറുപ്പ് വരും, അല്ലേ? അതന്നെ ഇച്ഛകൾ നമുക്ക് എന്തുണ്ട്? ഇച്ഛകൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് ഉപയോഗിക്കാം, വിരോധമല്ല. പക്ഷേ വിഷം കലർത്തിയത് പാടില്ല. തേന് പോലെ തന്നെ ഇതാണ് അതിനെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്. അവസാനമായി നമ്മൾ ഓർക്കണം, അള്ളാഹുവിന്റെ റിള കിട്ടാൻ ഖൗഫ് വേണം. അള്ളാഹുവിന്റെ തൃപ്തി കിട്ടണമെങ്കിൽ റളിയല്ലാഹു അൻഹും വറദു അൻഹു, അള്ളാഹു അവരെ കുറിച്ച് തൃപ്തിപ്പെട്ടു, അവർ അള്ളാഹുവിനെ കുറിച്ചും തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞെടുത്ത് പറഞ്ഞല്ലോ. ദാലിക ലിമൻ ഖശിയ റബ്ബ, അതാർക്കാ? ദാലിക ലിമൻ ഖശിയ റബ്ബ, അവന്റെ റബ്ബിനെ ഭയപ്പെട്ടവർക്ക്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതതിൻ്റെ നേട്ടമാണ്. അതുകൊണ്ട് ഈ ഖൗഫ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഈ ഖൗഫ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കണം. അതെങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും? അതിനെക്കുറിച്ച് നാം ആരായണം, മനസ്സിലാക്കണം. അതെങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും? അതിനൊന്നാമതായി ചെയ്യേണ്ടത് നേരത്തെ നാം ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് നമ്മൾ ആലോചിക്കലാണ്. അതിനെക്കുറിച്ച് ആലോചിച്ച് അതിൻ്റെ ആ ശക്തി പഠിച്ചവനെ, ആ തെറ്റെങ്ങാനും എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ ഞാൻ എവിടെയായിരിക്കും ചെന്ന് പതിക്കുക എന്ന ഭയം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, നാം നിർബന്ധമായി ചെയ്യേണ്ട കാര്യത്തിൽ നാം വരുത്തിയ വീഴ്ചയെക്കുറിച്ച് നാം ചിന്തിക്കണം. വലിയ ഒരു ചങ്ങല കൊണ്ട് വലിയ ഒരു പാറയിൽ അടിക്കുന്നത് പോലെയുള്ള വലിയ ശബ്ദം കേൾക്കാം. ആ മലക്കുകളുടെ ആ മലക്കുകൾ ആ അള്ളാഹുവിൻ്റെ കൽപ്പനയെ അംഗീകരിച്ചതിൻ്റെ, ഉൾക്കൊണ്ട് ചിറകടിച്ചതിൻ്റെ ശബ്ദം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അവർ ചോദിക്കും, മാതാ ഖാല റബ്ബുക്കും, എന്താ റബ്ബിന്റെ കൽപ്പന? അവരെന്നെ മറുപടി പറയും, ഖാലു അൽ ഹഖ്, ഹക്കാണ് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹുവിൻ്റെ കൽപ്പന കേട്ടാൽ മലക്കുകൾക്ക് ഉണ്ടാകുന്ന അവസ്ഥ. നമുക്ക് അള്ളാഹുവിൻ്റെ കൽപ്പന കേട്ടാൽ അങ്ങനെ ഒരു ഭയമോ പേടിയോ വരുന്നില്ല. അള്ളാഹുവിൻ്റെ മലക്കുകൾക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിൻ്റെ കൽപ്പന കേൾക്കുന്നത് ഭയമാണ്. അപ്പൊ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മലക്കുകൾ ഈ രൂപത്തിൽ കേട്ടാൽ അവർക്ക് ഈ രൂപത്തിലുള്ള ഭയമുണ്ടാകുന്നു എന്ന് കേൾക്കുമ്പോൾ ഏതൊക്കെ രൂപത്തിൽ നാം അള്ളാഹുവിനെ കുറിച്ച് ഭയപ്പെടണം സഹോദരന്മാരെ. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ അദാബിനെ കുറിച്ചുള്ള ഭയവും അള്ളാഹുവിൽ നിന്നുണ്ടാകാൻ സാധ്യതയുള്ള ഭയാനകമായ വിപത്തുകളെ കുറിച്ചുള്ള ഭയവുമായിരിക്കണം. ഈ രൂപത്തിലുള്ള ഭയമാണ് മനുഷ്യനുണ്ടാകേണ്ടത്. അതിന് നമ്മൾ അതൊക്കെ ചെയ്യണം. ആറാമതായി, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ അദാബിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും നമ്മൾ എപ്പോഴും ചിന്തിക്കണം. എപ്പോഴുള്ള നമ്മുടെ ചിന്തയിലെ വലിയ ഒരു വിഷയം, എങ്ങനെ എനിക്ക് രക്ഷപ്പെടാം. രക്ഷപ്പെടാനുള്ള മാർഗം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഞാനിതാ പുറത്തു കൊടുക്കുന്നവനാണ് തൗബ ചെയ്യുന്നവർക്കും, തൗബയ്ക്ക് ശേഷം അമലു സാലിഹാത്തുകൾ ചെയ്യുന്നവർക്കും, എന്നിട്ട് ഹിദായത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർക്കും ഞാൻ പുറത്തു കൊടുക്കുമെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അള്ളാഹ് പുറത്തു കൊടുക്കും, അള്ളാഹ് രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞ ഒരുപാട് വഴികളുണ്ട്, മാർഗങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മൾ എന്താകണം? അതൊക്കെ അന്വേഷിച്ച് പോകണം. അതൊക്കെ നമുക്ക് ഖൗഫ് ഉണ്ടാകാനുള്ള മാർഗമാണ്. അതേമാതിരി അള്ളാഹുവിൻ്റെ ഖുർആൻ, അതിങ്ങനെ അതിൻ്റെ അർത്ഥവും അതിൻ്റെ വിശദീകരണവും ഒക്കെ അറിഞ്ഞ് നമ്മൾ വായിക്കണം. ഇമാം ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വല്ലാഹി ലൗ അന്ന മുഅ്മിനൻ ആഖിലൻ ഖറഅ സൂറത്തുൽ ഹദീദ്, അല്ലാഹുവേ സത്യം, ഒരു ബുദ്ധിയുള്ള വിശ്വാസി സൂറത്തുൽ ഹദീദ് ഒന്ന് വായിച്ചാൽ, അല്ലെങ്കിൽ ആഖിറു സൂറത്തുൽ ഹശർ, അല്ലെങ്കിൽ സൂറത്തുൽ ഹശറിന്റെ അവസാനം ഒന്ന് വായിച്ചാൽ, അല്ലെങ്കിൽ ആയത്തുൽ കുർസി എന്ന് വായിച്ചാൽ, അല്ലെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് വായിച്ചാൽ, യതഫക്കറു, അവൻ ചിന്തയോടെ പഠനത്തോടെ വായിച്ചാൽ, അള്ളാഹുവിനെ കുറിച്ച് പേടിച്ചിട്ട് അവന്റെ മനസ്സിങ്ങനെ ആകെ പൊളിഞ്ഞു പോകും. പക്ഷേ നമ്മൾ ഖുർആൻ വായിച്ചാൽ നമുക്ക് ഒന്നും ഉണ്ടാകണില്ല. നമ്മൾ എത്ര ആയത്തുകൾ അള്ളാഹുവിൻ്റെ അദാബുകളെ കുറിച്ച് പറയുന്ന എത്ര ആയത്തുകൾ നമ്മൾ കേൾക്കുന്നു, പക്ഷേ നമ്മളെ മനസ്സിലേക്ക് അത് എത്തുന്നില്ല. സഹോദര, ഇങ്ങനെയൊന്നുമല്ല വേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതേമാതിരി അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അള്ളാഹുവിൻ്റെ മഹത്വത്തിൻ്റെ രൂപം നിങ്ങൾക്കറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ വെച്ച് വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി
അല്ലാഹുവിനെ നിങ്ങൾ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കുന്നില്ല. വൽ അർളു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ, ഭൂമി മുഴുവൻ അല്ലാഹുവിന്റെ ഒരു പിടുത്തത്തിലായിരിക്കും ഖിയാമത്ത് നാളിൽ. വസ്സമാവാതു മത്ബിയാത്തുൻ ബിയമീനിഹി, അല്ലാഹു ആകാശങ്ങൾ എങ്ങനെ അവന്റെ വലതു കൈയിൽ ചുരുട്ടിപ്പിടിക്കും എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും അല്ലാഹ്, എന്തായിരിക്കും അല്ലാഹ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതിന്റെ വലിപ്പം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്ത് പറയുകയാണ്, യുമജ്ജിദുർ റബ്ബ നഫ്സഹു, നബി പറയാണ് അല്ലാഹു ഇവിടെ അല്ലാഹുവിന്റെ നഫ്സിനെ മഹത്വപ്പെടുത്തുകയാണ്. അല്ലാഹ് പറയുന്നു, അനൽ ജബ്ബാർ അൽ മലിക് അനൽ മുതകബ്ബിറുൽ അസീസ്, ഞാനാണ് ജബ്ബാറായ രാജാവ്, സ്വച്ഛാധിപതിയായ രാജാവാണ് ഞാൻ മുതകബ്ബിറാണ്, അസീസാണ്, പ്രതാപശാലിയാണ്, അഹങ്കാരിയാണ്. ഇതിങ്ങനെ പറയുകയാണ്. സഹാബികൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിന്റെ മുകളിൽ വെച്ച് ഇത് പറഞ്ഞപ്പോൾ ഫറജഫ ബിഹിൽ മിമ്പർ, മിമ്പർ ഇങ്ങനെ വിറച്ചു. ഹത്താ സഹാബികൾ പറയാ ലയഖിറന്ന ബിഹി, മിമ്പർ നബിയേയുമായി വീണു പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു. നമുക്ക് വല്ലതും തോന്നിയോ? വൽ അർള ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ. കൂട്ടരൊന്ന് ആലോചിച്ച് നോക്കി, ഈ കാണുന്ന ഭൂമി മുഴുവൻ അള്ളാഹുവിന്റെ ഒരൊറ്റ പിടുത്തത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ എന്തായി പറഞ്ഞത്? ഭൂമി എന്ന് പറഞ്ഞാൽ കടലും കരയും ആകാശങ്ങളും മരുഭൂമിയും ഒക്കെ വിസ്തൃതമായി കിടക്കുന്ന ഈ ഭൂമി അള്ളാന്റെ ഒരു പിടുത്തം. വസ്സമാവാതു മത്ബിയാത്തുൻ ബിയമീനിഹി, ഈ കാണുന്ന ആകാശങ്ങൾ മുഴുവൻ, ഗോളങ്ങളും ഗ്രഹ നക്ഷത്രങ്ങളും ഒക്കെയുള്ള ഈ ആകാശങ്ങൾ മുഴുവൻ പടച്ച തമ്പുരാൻ അവന്റെ വലത് കൈയിൽ ഇങ്ങനെ പിടിക്കും, ചുരുട്ടിപ്പിടിക്കും. എന്നിട്ട് അല്ലാഹ് പറയും, അനൽ ജബ്ബാർ അനൽ മലിക്കുൽ ജബ്ബാർ, ഞാനാണ് ജബ്ബാറായ സ്വച്ഛാധിപതിയായ റബ്ബ്, മലിക് ഞാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അല്ലാഹ് പറയുമെന്ന് മിമ്പറിന്റെ മുകളിൽ വെച്ച് പറഞ്ഞപ്പോൾ മിമ്പറും നബി ഇങ്ങനെ വറക്കുക. സഹാബികൾ പറയാ, മിമ്പറുമായി നബി വീണു പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു. തീർന്നില്ല. വജഅലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ മിമ്പരി യഖൂൽ, റസൂലുള്ളാഹി മിമ്പറിന്റെ മുകളിൽ വെച്ച് വീണ്ടും പറയുന്നു, യഖുദുൽ ജബ്ബാറു സമാവാതിഹി വഅർളിഹി ബിയദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെയും ഭൂമിയെയും അവന്റെ കയ്യിൽ പിടിക്കും. വഖബല യദഹു, എന്നിട്ട് അവന്റെ കൈ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ കൈ ഇങ്ങനെ പിടിച്ചു, നബി ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചു, കൂട്ടിപ്പിടിച്ചു. എന്നിട്ടോ ഫജഅല യഖ്ബിലുഹാ വയബ്സുതുഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടിപ്പിടിക്കും, നബി അല്ല അല്ലാഹു ഇങ്ങനെ കൂട്ടിപ്പിടിക്കും. എന്നിട്ട് അല്ലാഹു ഇങ്ങനെ കൂട്ടിപ്പിടിച്ചും വിട്ടും ഇങ്ങനെ നിൽക്കും. എന്നിട്ട് പറയും, അനൽ ജബ്ബാർ വഅൈനൽ ജബ്ബാറൂനൽ മുതകബ്ബിറൂൻ, ഞാനാണ് ജബ്ബാർ, ഞാനാണ് അഹങ്കാരി, ഞാനാണ് സ്വച്ഛാധിപതി, എവിടെ പോയി നീ ഭൂമിയിലെ മുതകബ്ബിരീങ്ങളും ജബ്ബാറുകളും ഒക്കെ എന്നിങ്ങനെ പറഞ്ഞപ്പോ വയതമായലു റസൂലു അൻ യമീനി വ ശിമാലി, സഹാബത്ത് പറയാ റസൂലുള്ള വലതു ഭാഗത്തേക്കും ഇടത് ഭാഗത്തേക്കും ഇങ്ങനെ ചായാൻ തുടങ്ങി. സഹാബികൾ പറയാ, ഞങ്ങൾ മിമ്പറിൽ മേൽ നോക്കിയപ്പോ യതഹറകു മിൻ അസ്ഫലി ശൈഇൻ മിൻഹു ഹത്താ ഖാല ഉസാഖിതുഹു ബിറസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇത് പറഞ്ഞിട്ട് അതിൻ്റെ ശക്തി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടത്തോട്ടും വലത്തോട്ടും ഇങ്ങനെ ചായാൻ തുടങ്ങി. സഹാബികൾ പറയാ, മിമ്പറടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇളകുകയാണ്. ഞങ്ങൾക്ക് തോന്നിപ്പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ താഴെ വീഴുമോ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്കി സഹോദരന്മാരെ, അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ഭയപ്പെട്ടിട്ടേ, അള്ളാഹിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ ഈ ഗാംഭീര്യം നമ്മളെ മനസ്സിലേക്ക് ഈ പ്രകാരം കയറിയിട്ടുണ്ടോ? ഇതൊക്കെ ആലോചിച്ചാലേ നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമുണ്ടാകുകയുള്ളൂ. അതേമാതിരി മരണത്തെക്കുറിച്ച്, അള്ളാഹു നമ്മളെ മരിപ്പിക്കണതിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എന്താ പഠിച്ചോൻ്റെ ഒരു കഴിവ്! നിങ്ങൾ വേറെ ഒരു മനുഷ്യന് അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഒരാൾക്ക് പറയാൻ കഴിയുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, നല്ല ശക്തിയുള്ള ഒരുത്തൻ നമ്മളെ പിടിച്ചു കൊണ്ടുവന്ന് വിട്ട് ഒരു നല്ല കടാരി ഉരിയിട്ട് ഇങ്ങനെ പറയാ, ദാ ഇപ്പൊ കൊല്ലും, നിനക്ക് രക്ഷപ്പെടാൻ കഴിയോ, ഓടാൻ കഴിയുമെങ്കിൽ ഓടിക്കോ. അതന്നെ, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. പറയണം, നിങ്ങൾ വിരണ്ടോടിക്കൊണ്ടിരിക്കുന്ന, പേടിച്ചുകൊണ്ടിരിക്കുന്ന മരണമുണ്ടല്ലോ, അത് നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. ആർക്കാ പറയാൻ കഴിയും? അല്ലാഹുക്കല്ലാതെ. ആലോചിച്ച് നോക്കൂ. അപ്പൊ സഹോദരങ്ങളെ, ഇതൊക്കെ ആലോചിച്ചാലേ നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ഉണ്ടാവുള്ളൂ.
ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. മരണത്തെക്കുറിച്ചും മരണത്തിന് ശേഷമുള്ള ഖബറിലെ ജീവിതത്തെക്കുറിച്ചും അതൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്കറിയാതെ നമ്മൾക്ക് ഭയം വരും. ബറാ റളിയല്ലാഹു അൻഹു പറയുന്നു, കുൻതു മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ജനാസത്തിൻ, നബിയുടെ കൂടെ ഒരു ജനാസയിലായിരുന്നു ഞാൻ. ഫജലസ അലാ ഷഫീരിൽ ഖബ്രി ഫബകാ ബല്ലത്തുറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ ഒരു കരയിലിരുന്നിട്ട് ഇങ്ങനെ കരയാൻ തുടങ്ങി. കരഞ്ഞിട്ട് നബിയുടെ കണ്ണുനീര് വീണിട്ട് അവിടെയുള്ള മണ്ണ് നനഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആൾക്കാരോട് പറഞ്ഞു, യാ ഇഖ്വാനി ലിമിസ്ലി ഹാദാ ഫഅഇദു. ജനങ്ങളെ, സഹോദരന്മാരെ, ഇങ്ങനെയുള്ള ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുക. നിങ്ങൾ ആലോചിക്കൂ സഹോദരന്മാരെ, എങ്ങനെയാണ് കണ്ണ് മുറുക്കി ചുമ്പി സുഖമായി കിടന്നുറങ്ങില്ലേ നമ്മൾ പതപ്പൊക്കെ പൊതച്ചിട്ട്? എങ്ങനെ നമുക്ക് കണ്ണ് മുറുക്കി ചുമ്പി പതപ്പൊക്കെ പൊതച്ച് ഇത്ര സന്തോഷത്തോടെ കുളിർമയോടെ നമുക്കെങ്ങനെ കിടന്നുറങ്ങാൻ കഴിയും? എങ്ങനെ കിടന്നുറങ്ങാൻ കഴിയും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി മരണവേളയിൽ അദ്ദേഹത്തിന്റെ ഭയം എന്തായിരുന്നു? നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? മരണാസന്നമായ രോഗത്തിൽ അദ്ദേഹം കിടക്കുമ്പോൾ രോഗം കാണാൻ രോഗികൾ വരുന്നു. രോഗികൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് വർത്തമാനം? അദ്ദേഹം ഓരോ കഥ പറഞ്ഞിട്ട് പറഞ്ഞു, എനിക്കറിയില്ല എൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. എൻ്റെ റൂഹ് ജന്നത്തിലേക്കാണോ പോകുക, എൻ്റെ റൂഹ് നരകത്തിലേക്കാണോ പോകുക എന്ന് എനിക്കറിയില്ല. അതായിരുന്നു ഭയം, അതായിരുന്നു ഖൗഫ്. നിങ്ങൾ ആലോചിച്ചോക്കി, നമ്മളൊക്കെ എന്ത് സന്തോഷത്തോടു കൂടിയ ഓരോ ദിവസവും. നമുക്ക് വല്ല പേടിയും പ്രയാസവും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ഒരു ബേജാറും പ്രയാസവും നമ്മളിൽ വരുന്നില്ല. അപ്പം സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് മുമ്പ് ഒഴിഞ്ഞു പോയ സഹാബത്തിൻ്റെ ജീവിതം ഈ ഭയവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കണം. നിങ്ങൾക്കറിയാമോ, ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ ഓതുകയാണ്, ഫമന്നല്ലാഹു അലൈനാ ഫവഖാനാ അദാബസ്സമൂം. അള്ളാഹു നമുക്ക് ഒരുപാട് നിഅമത്തുകൾ നൽകി, മാരകമായ ശിക്ഷയിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ രക്ഷിച്ചു എന്ന് ആയിഷാ ബീവി അവരുടെ നമസ്കാരത്തിൽ ഓതുന്നു. എന്നിട്ട് സഹാബത്ത് വിശദീകരിക്കുന്നു, ഫതബ്കീ വതബ്കീ. അവർ കരയുകയാണ് നിസ്കാരത്തിൽ ഓതിയിട്ട്. ഇൻ തുഅദ്ദിബ്ഹും ഫഇന്നഹും ഇബാദുക്. അങ്ങനെ കരഞ്ഞവർ പറയാ, അല്ലാഹുവേ, നീ എങ്ങനെയാണ് ശിക്ഷിക്കുക? നീ ശിക്ഷിച്ചാൽ അവർ നിന്റെ ഇബാദുകളല്ലേ, അടിമകളല്ലേ. വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. നീ പുറത്തു കൊടുത്താൽ നീയാണല്ലോ റബ്ബേ അസീസായ ഹകീമായ അവരുടെ നാഥൻ. പേടിയായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ ലൈതനി കുൻതു ഷജറതൻ തൂക്കൽ. കന്നുകാലികൾ തിന്നപ്പെടുന്ന ഒരു ചെടിയായിരുന്നുവെങ്കിൽ, ഞാനൊരു കന്നുകാലികൾ തിന്നുന്ന ഒരു ചെടിയായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്താ ഇത് പറയാൻ പ്രേരിപ്പിച്ചത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ ലൈത ഉമ്മീ ലം തലിദുനി. എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്താ അതിൻ്റെയൊക്കെ കഥ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പരിശോധിക്കൂ. അദ്ദേഹം പറയുകയാണ്, വദിത്തു ലൗ അന്നീ ലൗ മുത്തു ലം അബ്അസ്. പുനരുജ്ജീവിപ്പിക്കപ്പെടാതെ മരണപ്പെട്ടു പോയെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ആരാ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ കുറിച്ച് ചരിത്രം പറയുന്നു, രാത്രികൾ തസ്ബീഹുകളിൽ മുഴുകുകയായിരുന്നു അദ്ദേഹം. ഓതിയ മുസാഹിഫ് നിങ്ങൾക്കറിയോ? നമ്മളൊക്കെ മുസാഹിഫ് കൊണ്ട് ഓതാറില്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുസാഹിഫിനെ കുറിച്ച് പറയുന്നു, യതഖറഖു മുസ്ഹഫുഹു മിൻ കസ്രി മാ ഖറഅ ബിഹി. മുസാഹിഫ് ഓതിയതിന്റെ ആധിക്യം കൊണ്ട് അദ്ദേഹത്തിന്റെ മുസാഹിഫൊക്കെ കഷ്ണായിനി. നമ്മളെ മുസാഹിഫോ നമ്മൾ ചിലപ്പോൾ പെട്ടിയിലോ അല്ലെങ്കിൽ അലമാരിയിലൊക്കെ വെച്ചിട്ട് ചെതല് പിടിച്ചിട്ടല്ലേ കഷ്ണാകുക അല്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മരിക്കുമ്പോൾ വമാത വദമുഹു അലൽ മുസ്ഹഫി ഷഹീദാ. ഓതിക്കൊണ്ടിരിക്കുന്ന മുസ്ഹഫ് മറച്ചുവെക്കാൻ, മൂടിവെക്കാൻ പോലും സമയം നൽകാതെ അക്രമികൾ അദ്ദേഹത്തെ കൊല്ലുമ്പോ മുസ്ഹഫിലേക്ക് രക്തം ഇങ്ങനെ ഉറ്റി വീണു. ഷഹീദായി വീഴുമ്പോ അദ്ദേഹം ഓതിക്കൊണ്ടിരിക്കുന്ന മുസ്ഹഫിലെ രക്തം. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ ഇബാദത്ത് ചെയ്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്, വദിത്തു ലൗ അന്നി ലൗ മുത്തു ലം അബ്അസ്. നിങ്ങൾ ആലോചിക്കൂ സഹോദരന്മാരെ, എന്താ കഥ? ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നു, യാ ലൈതനി കുൻതു റമാദൻ തദ്റൂഹു റിയാഹ്. ഈ അടിച്ചു വീശുന്ന കാറ്റിൽ പാറിപ്പോകുന്ന വെണ്ണീറായി ഞാൻ മാറിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു.
അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറയുന്നു, വദിത്തു ലൗ കുൻതു കബ്ഷൻ ഫദബഹനി അഹ്ലി വഅകലു ലഹ്മി വഹസ്സു മറഖി. ഞാനൊരാടാവുകയും എന്നിട്ട് എൻ്റെ കുടുംബക്കാരെന്നെ അറുക്കുകയും അവർ ഭക്ഷിക്കുകയും അതിലുള്ള ചാറ് കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ വന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇതായിരുന്നു സലഫുസ് സാലിഹ്യങ്ങളും. പറഞ്ഞാൽ തീരൂല, എന്തോ ഒരു രസമാണ്, എത്ര സംഭവങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളും ഈ ജനങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ആയിഷാ ബീവി കരഞ്ഞ് പറഞ്ഞ ഒരു വാചകമുണ്ട്, യാ ലൈതനീ കുന്തു നസിയം മൻസിയാ. ആരും ഓർക്കണ്ട, ആരും പറയണ്ട, വിസ്മരിക്കപ്പെടാത്ത ഓർക്കപ്പെടാത്ത ഒന്നായി ഞാൻ മാറിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. സഹോദരങ്ങളെ, എന്താണ് ഇതൊക്കെ പറഞ്ഞത്? വെറുതെ പറഞ്ഞതല്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം കൊണ്ട് പറഞ്ഞതാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആൻ ഓതി നമസ്കരിച്ച് കരഞ്ഞ് അവസാനം വീണു. എന്നിട്ട് അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തോട് ചെന്ന് വിവരം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അദീം. ഞാൻ അല്ലാഹുവിനെ ധിക്കരിച്ചാൽ ഭയാനകമായ ഖിയാമത്തിലെ ശിക്ഷ എന്നെ ബാധിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പാതി ഉറങ്ങിയ കണ്ണുമായി ഉമർ ബിൻ അബ്ദുൽ അസീസ് പറയുമ്പോൾ ഭാര്യ ഫാത്തിമ ബീവി തൊട്ടടുത്ത് നിന്ന് കരയുകയാണ്. എന്നിട്ട് ഫാത്തിമ ബീവി എന്ന ഭാര്യ പറയുന്നു, അല്ലാഹുമ്മ അഇദ്ഹു മിനന്നാർ. അല്ലാഹുവേ, എൻ്റെ ഭർത്താവിനെ നരകത്തിൽ നിന്ന് രക്ഷിക്കണമേ. ഇങ്ങനെ എത്ര സംഭവം. സഹോദര, സമയം ഒരുപാട് ദീർഘിച്ചു, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് ഖൗഫ്. ഈ രൂപത്തിലുള്ള ഒരു ഭയം സഹോദരങ്ങളെ നാം ഉണ്ടാക്കണം, നമ്മുടെ ജീവിതത്തിൽ നാം ഉണ്ടാക്കണം. ആ ഭയമുണ്ടാക്കിയാൽ ആ ഭയമാണ് നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെയുള്ളൊരു ഭയം മനസ്സിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ, നമ്മൾ നന്നാവുള്ളൂ. നമ്മളെന്താ നന്നാകാത്തത്? ഇതാണ് വിഷയം. ഈ രൂപത്തിലുള്ളൊരു ഭയം, അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയം നമ്മുടെ മനസ്സിലേക്ക്. ആൾക്കാർ നന്നാണില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ക്ലാസ്സൊക്കെ കേട്ടിട്ടും പിറ്റേ ദിവസവും ചെന്ന് പലിശക്കച്ചവടം നടത്തുക മനുഷ്യൻ. ഒരു നാണമില്ലാത്ത മനുഷ്യൻ. എന്താ കാര്യം? പിറ്റേ ദിവസം ചെന്ന് വഞ്ചന നടത്തുക. മൂപ്പർ ഇതുവരെ ചെയ്ത എല്ലാ ഫിത്നയും നാളെ നേരം വെക്കുമ്പോൾ വീണ്ടും ചെയ്യാൻ തുടങ്ങുക. എന്താ കാര്യം? വിഷയം എന്താന്ന് ചോദിച്ചാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം അവൻ്റെ മനസ്സിലേക്ക് കടക്കുന്നില്ല. അള്ളാഹിനെക്കുറിച്ചൊന്ന് ഭയപ്പെട്ടു പോയാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി കൂട്ടരെ, എങ്ങനെയാണ് ധൈര്യം കിട്ടുന്നതെന്ന് മനസ്സിലാകാം. എങ്ങനെയാണ് ധൈര്യം? ഇമാതിരി കാഴ്ച പടച്ച റബ്ബ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചു തരല്ലേ ഓരോ ദിവസവും. വായിക്കണ പത്രവും കേൾക്കണ ന്യൂസും ഒക്കെ അല്ലേ ഓരോ ദിവസവും. നമ്മളെ കൂടെയുള്ളവരും നമ്മുടെ ഒപ്പമുള്ളവരും നമ്മുടെ പ്രായമുള്ളവരും ഒക്കെ, നമ്മളെ കൂടെ കളിച്ചവരും പഠിച്ചവരും, വേദന വന്നവർ, ക്യാൻസർ വന്നവർ അല്ലേ, ഒരൊറ്റ വേദന, എഴുന്നേറ്റ് നിൽക്കാൻ പോലും സമയമില്ല. എന്നിട്ടും നമ്മൾ കൂട്ടരെ ഈ ദുനിയാവില് പടച്ച റബ്ബ് ഹറാമാണ്, എടോ ചെയ്യരുത്, നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ കാര്യങ്ങളുടെ പിന്നാലെ പോകാൻ, പിറകെ പോകാൻ ഒരു മടിയുമില്ലാത്ത, ബുദ്ധിയില്ലാത്ത, വിവേകമില്ലാത്ത ഭ്രാന്തന്മാരായി മാറിയില്ലേ നമ്മളല്ലേ യഥാർത്ഥ ഭ്രാന്തന്മാർ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നമ്മുടെ ഉദ്ഘാടനം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ല, നോട്ടീസൊക്കെ ഉണ്ടാവും. എല്ലാവരും കൃത്യസമയത്ത് തന്നെ വരണം. നമ്മൾ ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച മഗ്രിബ് നമസ്കരിക്കാൻ തന്നെ എല്ലാവരും ഇവിടെ മഗ്രിബ് നമസ്കാരത്തിന് മുമ്പ് തന്നെ എത്തിച്ചേരണം. തൊട്ടടുത്തുള്ള പള്ളിയിൽ നമസ്കരിച്ചിട്ട് മഗ്രിബ് നമസ്കരിച്ച ഉടനെ നമ്മുടെ പരിപാടി ആരംഭിക്കും ഇൻഷാ അല്ലാഹ്. ആ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ വിവരം എത്തിയിട്ടില്ലാത്തവരെല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം. അവസാനം നമ്മുടെ പരിപാടിയുടെ അവസാനം എം അക്ബർ സാഹിബിൻ്റെ പ്രസംഗമുണ്ട്. ആ കാര്യം എല്ലാവരും, പ്രത്യേകിച്ച് മുസ്ലിം സഹോദരങ്ങളൊക്കെ അതിൽ പങ്കെടുപ്പിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മുടെ ബാധ്യതയാണ്. നാം ഈ ബാധ്യത ഏറ്റെടുത്ത് നമ്മളെക്കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ എല്ലാവരും ചെയ്യണം. അള്ളാഹു അങ്ങനെയുള്ള നല്ല മനുഷ്യരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.